إني أراك مبين وكذلك نري إبراهيم ملكوت السماوات والأرض وليكون من الموقنين فلما جن عليه الليل رأى كوكبا قال هذا ربي فلما قال لا أحب الآفلين فلما رأى القمر بازغا قال فلما من القوم الضالين فلما رأى الشمس بازغة قال هذا ربي هذا أكبر فلما أفلت قال يا قوم إني بريء مما تشركون إني وجهت وجهي للذي فطر السماوات والأرض حنيفا وما أنا من المشركين صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين يا ربي بالمصطفى قاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم على حبيبك خير مد اللهم صل وسلم وبارك عليه സർവാധന ഉസ്താദുമാരെ, ഉമറാക്കളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ കഴിഞ്ഞ കൊല്ലം സംഗമിച്ചതുപോലെ വീണ്ടും നാം സംഗമിച്ചിരിക്കുകയാണ്. ഈ വർഷം അപ്രതീക്ഷിതമായി അൽഹംദുലില്ലാ വളരെ ഒരു വിഷയമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. സശ്രദ്ധം നിങ്ങൾ വീക്ഷിക്കണം എന്ന് ആദ്യം പറയുകയാണ്. നിസ്കാരം എന്ന വിശാലമായ ഒരു വിഷയം അതിന്റെ നാനാ ഭാഗങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു അത് നിസ്കാരം എന്ന ഈ ഒരു ലളിതമായ ചടങ്ങ് അത് പേടിയില്ലാത്ത ആളുകൾക്ക് മാത്രമേ ഭാരമാകൂ എന്ന് അല്ലാഹു ഖുർആനിൽ പറഞ്ഞതാ. ഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ. പടച്ച റബ്ബിനെ പേടിക്കാത്തവർക്കല്ലാതെ അത് ഭാരമാണ് നിസ്കാരം. നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. അതേസമയം ഒരു മല വേണമെങ്കിൽ അവർ ഇറങ്ങിക്കയറും, ഒരു മരം വേണമെങ്കിൽ അവർ കയറി ഇറങ്ങും,
മണിക്കൂറുകളോളം ത്യാഗങ്ങൾ ചെയ്യണമെങ്കിൽ പല കാര്യത്തിലും അവർ ചെയ്യും. പക്ഷെ നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമായിരിക്കും. അള്ളാഹു പറഞ്ഞു, പടച്ചോനെ പേടിയില്ലാത്തവർക്ക് നിസ്കാരം ഒരു ഭാഗ്യവും. അതുകൊണ്ട് പരമാവധി നമ്മൾ നിസ്കരിക്കാൻ തയ്യാറാവണം. ഈ നിസ്കരിക്കുന്നത് കൊണ്ട് കിട്ടുന്ന ഗുണം എന്താണ്? അള്ളാഹു പറഞ്ഞു, അഖിമിസ് സ്വലാത്ത ലിദിക്രി. നിങ്ങൾ നിസ്കരിക്കുന്നത് എന്നെ ഓർക്കാനാണ്, എന്നെ സ്മരിക്കാനാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പരിചയപ്പെടുത്തുകയാണ്, എന്നെ ഓർക്കാനാണ്, എന്നെ സ്മരിക്കാനാണ് കേട്ടോ നിങ്ങൾ നിസ്കരിക്കുന്നത്. അപ്പൊ അള്ളാഹുവിനെ കുറിച്ചുള്ള മുഴുസമയ സ്മരണയാണ് നിസ്കാരത്തിൽ ഉണ്ടാകുന്നത്, ഉണ്ടാവേണ്ടത്. ഇതെങ്ങനെ സാധ്യമാകും? ഈ നിസ്കാരത്തിൽ നാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളുടെ വലുപ്പം മതി, എന്നാൽ അത് സാധ്യമാണ്. അതിനുവേണ്ടിയുള്ള ഒരു ചെറിയ ശ്രമമാണ് ഈ 5 ദിവസത്തിനുള്ളിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ നടത്തുന്നത്. ഇന്നലെ നിസ്കരിക്കുന്നതിന്റെ മഹത്വവും നിസ്കാരം ഉപേക്ഷിച്ചാലുള്ള അപകടങ്ങളും ഒക്കെയാണ് സൂചിപ്പിച്ചത്. പറയുന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര് ചിന്തിക്കണം. ഒരു മനുഷ്യൻ നിസ്കാരത്തിലേക്ക് വന്നു നിൽക്കുമ്പോൾ ആദ്യമായി ഭംഗിയായി ഉളൂ ചെയ്യണം. ഭംഗിയായി ഉളൂ ചെയ്യണം. ഈ മസ്അലയിലേക്കും അതിന്റെ നിയമവശങ്ങളിലേക്കും അതിന്റെ മഹത്വങ്ങളിലേക്കും ഒന്നും കടക്കുന്നില്ല. നിസ്കാരം എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം നേരത്തെ നമ്മൾ തീരുമാനിച്ച ഒരു റൂട്ടുണ്ട്, അഥവാ വജ്ജഹ്തു ഫാത്തിഹ, നിസ്കാരത്തിന്റെ ദിക്റുകള്, അത്തഹിയ്യാത്ത്, ഇതൊക്കെ എന്താണ് നമ്മളിതിങ്ങനെ ചെയ്യുന്നത്? എത്ര വലിയ വിഷയങ്ങളാണ് അറിയാതെ നമ്മൾ ചൊല്ലിപ്പോകുന്ന ഈ ദിക്റുകളുടെയൊക്കെ വലുപ്പം, അതിന്റെ മഹത്വം എത്രമാത്രമുണ്ട് എന്ന് പരിചയപ്പെടണമെങ്കിൽ തീർച്ചയായും ഈ അനുബന്ധ ചർച്ചകൾ ചുരുക്കുക തന്നെ വേണം. അതുകൊണ്ട് ഒറ്റവാക്കിൽ പറയുന്നു, ചെയ്യണം. നനയേണ്ട ഭാഗങ്ങളൊക്കെ നനയണം. നിയ്യത്ത് കൃത്യമായി ഉറപ്പിക്കണം. തല തടവുമ്പോൾ തലയുടെ പരിധിയിൽപ്പെട്ട മുടി തന്നെയാവണം. ഇങ്ങനെ തുടങ്ങിയിട്ട് തടവുന്നതെങ്കിൽ തലയുടെ പരിധിയിൽപ്പെട്ട മുടി തന്നെയാവണം. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കണ്ടീഷൻസ് അതൊക്കെ പാലിച്ചുകൊണ്ട് ഭംഗിയായിട്ട് ഉളൂ ചെയ്ത് വസ്ത്രം ധരിച്ച്, ആ വസ്ത്രം ധരിക്കുക എന്ന് പറയുമ്പോൾ ഏത് വസ്ത്രം ധരിക്കേണ്ടത്? നിസ്കരിക്കാൻ നിൽക്കുന്നവൻ ഒറ്റവാക്കിലുള്ള ഒരു പറച്ചിൽ മാത്രമാണ്. ഖുദൂ സീനത്തക്കും ഇൻദ കുല്ലി മസ്ജിദ്. അള്ളാഹു നമ്മളെ പഠിപ്പിച്ചതല്ലേ, നിസ്കരിക്കാൻ പോകുമ്പോ ഭംഗിയുള്ള വസ്ത്രം ധരിക്കണം. ചില ആളുകളുണ്ട്, അത് പള്ളിയിലൊക്കെ ആകുമ്പോ ഒക്കെ റെഡി, വീട്ടിൽ നിന്നാണെങ്കിൽ തെങ്ങുമ്പോ കയറുന്ന ആ മുണ്ട് കൊടുത്തിട്ട് തന്നെയാണ് നിസ്കരിക്കുന്നത്. നല്ല വസ്ത്രം അവിടെ ഉണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് പോകുമ്പോ ഇതിൽ നജസ് ഇല്ല എന്നുള്ളത് ശരിയാണ്. നിസ്കാരം അതുകൊണ്ട് നിർവഹിച്ചാലും സഹീഹാകുമെന്നത് ശരിയാണ്. ബാധ്യത വീടുമെന്നത് ശരിയാണ്. എന്നാലും അതിനൊരു അദബുണ്ട്. പടച്ച റബ്ബിന്റെ മുന്നിലേക്ക് പോയി നിൽക്കാൻ ഒറ്റ ചോദ്യം ചോദിച്ചാൽ മതി, ഇത് പെട്ടെന്ന് ബോധ്യപ്പെടാൻ. ആ അവസ്ഥയിൽ നീ അയൽപക്കത്തൊരു കല്യാണം ഉണ്ടെങ്കിൽ ആ കല്യാണ വീട്ടിലേക്ക് പോവോ? ഇല്ല. അപ്പൊ മൂപ്പർക്ക് അങ്ങനെ പോകാൻ എന്തോ ഒരു ചമ്മല. എന്നാ പടച്ചോന്റെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് അള്ളാഹുവിനേറെ ഭംഗി വേണ്ടത്. ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ. അള്ളാഹു ഭംഗിയുള്ളവനാണ്. ഭംഗി എപ്പോഴും അള്ളാഹുവിന് ഇഷ്ടമാണ്. ഭംഗിയുള്ള റബ്ബിന് ഭംഗി ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് നല്ല വസ്ത്രം ധരിക്കുക. എന്നിട്ട് ബാങ്കും ഇഖാമത്തും വിളിക്കുക. ബാങ്കും ഇഖാമത്തും വിളിക്കുക. രണ്ടും സുന്നത്താണ്. ബാങ്കു ഇഖാമത്തും കൊടുത്തിട്ട് നിസ്കരിക്കുന്നതോ അല്ലാതെ കൊടുക്കുന്നതോ നിസ്കരിക്കുന്നതോ ഒക്കെ ആയിട്ട് പ്രതിഫലത്തിന് ഒരുപാട് മാറ്റമുണ്ട്. അതുകൊണ്ട് ബാങ്കു ഇഖാമത്തും കൊടുത്തിട്ട് നിസ്കരിക്കുക. ഇനി ഒരു സമയത്ത് ബാങ്കു ഇഖാമത്തും കൂടെ കൊടുക്കാൻ മാത്രമുള്ള വിശാലമായ സമയമില്ല എന്ന് സങ്കല്പിക്കുക. ഒരു സമയത്ത് വഖ്ത് കുടുങ്ങിയിരിക്കുന്നു, കുടുസായ സമയമാണ്. ബാങ്കു ഇഖാമത്തും കൂടെ കൊടുക്കാനുള്ള സമയമല്ല. അല്ലെങ്കിലോ നമ്മൾക്ക് അടുത്ത വണ്ടിക്ക് പോകണം, ബസ് സ്റ്റാൻഡിൽ വെച്ച് നിസ്കരിക്കാൻ പള്ളിയിലേക്ക് വേഗം പോയതാ. അപ്പൊ ഒന്നാണെങ്കിൽ സമയം കിട്ടും, രണ്ടിനും കൂടെ സമയമല്ല.
എന്നാൽ ഏതാണ് നിർവഹിക്കേണ്ടത്? ബാങ്കും ഇഖാമത്തും കൊടുക്കൽ സുന്നത്താണ്. രണ്ടാൽ ഒന്നേ കൊടുക്കാൻ സമയമുള്ളൂ എങ്കിൽ അവിടെ നാം ചുരുക്കി ഒറ്റ ഒന്ന് മാത്രം കൊടുക്കുകയാണെങ്കിൽ ഏതാണ് നിർവഹിക്കേണ്ടത്? ഇതിൽ പലപ്പോഴും പലർക്കും കൺഫ്യൂഷൻ ആകുന്നതും അതോടൊപ്പം തെറ്റായ രീതിയുമാണ് പലരും അനുവർത്തിച്ചു പോരുന്നത്. ഇഖാമത്തും കൂടെ കൊടുക്കാൻ സമയമില്ലെങ്കിൽ ഏതാ കൊടുക്കേണ്ടത്? ഇപ്പൊ ഈ സദസ്സിൽ ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ അധികം ആളുകളുടെ അഭിപ്രായം ഇഖാമത്ത് എന്നായിരിക്കും. അങ്ങനെയാണ് സാധാരണ ചെയ്തു. അത് സുന്നത്തിനെതിരാണ്. ബാങ്കു ഇഖാമത്തും കൂടെ കൊടുക്കാൻ സമയമില്ലെങ്കിൽ ബാങ്ക് കൊടുക്കണമെന്നാണ് മഹാന്മാർ നമ്മളെ പഠിപ്പിച്ചത്. ബാങ്ക് കൊടുക്കണം, ഇഖാമത്തും കൊടുക്കുക വേണ്ടത്. പക്ഷെ ഒന്നിനെ സമയം കിട്ടുന്നുള്ളൂ എങ്കിൽ ഫത്ഹുൽ മുഈൻ തൊട്ട് എല്ലാ കിതാബുകളിലും ഈ ഫത്ഹുൽ മുഈൻ തൊട്ട് തുടങ്ങുന്നുണ്ട്. ബാങ്കിനും ഇഖാമത്തിനും കൂടെ സമയം കിട്ടിയില്ലെങ്കിൽ ഒന്നിനെ സമയം കിട്ടിയുള്ളൂ എങ്കിൽ അങ്ങനെ തന്നെ ഒരു ചർച്ചയുണ്ട്. രണ്ടാലൊന്നിന്റെ മേലിൽ ചുരുക്കുകയാണെങ്കിൽ ഫല്ലദാനു ഔലാ ബിഹി എന്ന് പ്രത്യേകം പറയുന്നത് കാണാം. അപ്പൊ അതുകൊണ്ട് ബാങ്കാണ് കൊടുക്കേണ്ടത്. ഇഖാമത്ത് നിർത്തിവെച്ചാലും എന്റെ പ്രിയപ്പെട്ട സഹോദര, ഇതാരെ നമ്മുടെ കാര്യത്തിലാണ് ഈ പറഞ്ഞത്. സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇഖാമത്താണ് കൊടുക്കൽ സുന്നത്ത്. അപ്പൊ അവർക്ക് അത് തന്നെയാണ്. കാരണം അവർക്ക് ബാങ്ക് സുന്നത്ത് തന്നെ ഇല്ല. പുരുഷന്മാരുടെ കാര്യത്തിലാണ് ഈ പറഞ്ഞത്. സഹോദരിമാർ ഇഖാമത്ത് കൊടുത്തുകൊണ്ടാണ് നിസ്കരിക്കേണ്ടത്. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തട്ടെ, ഇത് പറയുമ്പോ പറയാതിരിക്കാൻ വയ്യ. ഞാനൊരിക്കല് ഒരു വഴിക്ക് ഇങ്ങനെ പോകുമ്പോ ഒരാൾ എന്നോട് പെട്ടെന്ന് ആ യാത്രക്കിടെ വന്നുകൊണ്ട് ഒരാൾ ചോദിച്ചു, ഉസ്താദേ, പ്രസവിച്ച കുട്ടി പെണ്ണാണെങ്കിൽ കുട്ടിക്ക് ഇഖാമത്ത് മാത്രം കൊടുത്താൽ? ഞാൻ പറഞ്ഞു, അത് പെണ്ണിന് നിസ്കരിക്കുന്നിടത്തേക്കാണ് ഇഖാമത്ത് മാത്രം എന്ന് പറഞ്ഞത്. കുട്ടിയാണായാലും പെണ്ണായാലും വലത് ചെവിയിൽ ബാങ്കും ഇടത്തെ കൈ ചെവിയിൽ ഇഖാമത്തും കൊടുക്കണം. ഉസ്താദേ, എന്റെ മോന്റെ പ്രസവിച്ചപ്പോ എന്റെ മോനൊരു കുട്ടി ഉണ്ടായപ്പോ ഞാൻ അങ്ങനെയപ്പോ ചെയ്തത്. പെണ്ണായപ്പോ ഇഖാമത്ത് മാത്രം കൊടുത്തു. കാരണം ഞാൻ അവിടെ കണ്ട ഒരാളോട് ചോദിച്ചു, അവര് പറഞ്ഞു പെണ്ണല്ലേ ഇഖാമത്ത് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ചെയ്തു പറഞ്ഞു. ഞാൻ പറഞ്ഞു വരുന്നത്, വിഷയങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. പ്രസവിച്ച കുട്ടിയുടെ ചെവിയിൽ ബാങ്ക് കൊടുക്കുന്നിടത്ത് ആണും പെണ്ണും വ്യത്യാസമല്ല. വലത് ചെവിയിൽ ബാങ്കും ഇടത് ചെവിയിൽ ഇഖാമത്തും കൊടുക്കണം. ഇങ്ങനെ മസാലകൾ ധാരാളം പറയാനുണ്ട്. ഞാൻ അത്തരം ഒരു ചർച്ചയിലേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞതാണ്. അതുകൊണ്ട് ചർച്ചയിലേക്ക് കടക്കുന്നു. ബാങ്കും ഇഖാമത്തും വിളിച്ച് നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നു, നിയ്യത്ത് ചെയ്യുന്നു. ആ നിയ്യത്ത് ചെയ്തിട്ട് ദുഹ്ർ എന്ന ഫർള് 4 റക്അത്ത് അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ ഖിബ്ലക്ക് മുന്നിട്ട് അദാ ആയി നിസ്കരിക്കുന്നു എന്ന് കരുതുന്നു. അല്ലെങ്കിൽ ഇമാമോട് കൂടെ, അല്ലെങ്കിൽ ഇമാമായിട്ട്, എങ്ങനെയായാലും അവന്റെ നിയ്യത്ത് അത് ചെയ്തു, മനസ്സിൽ ഉറപ്പിച്ചു. നമ്മളെ കൊണ്ട് സാധാരണക്കാരോട് കഴിയുന്ന ഒരു രൂപമാണ് ഇപ്പൊ ഞാൻ ഈ പറയുന്നത്. അത് മനസ്സിൽ ഉറപ്പിച്ചു. എന്നിട്ട് നമ്മൾ അല്ലാഹ് എന്ന് പറയുന്ന, എന്ന് പറഞ്ഞാൽ തക്ബീറത്തുൽ എന്നത് അതിന്റെ ആദ്യം മുതൽ അല്ലാഹ് എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോൾ കൈ ഇങ്ങനെ പൊക്കണം. അല്ലാഹു അക്ബർ എന്ന് കൊണ്ടുപോയി വെക്കണം. ഇതിങ്ങനെ പറയാൻ കാരണം ഇതിലൊക്കെ തെറ്റായ രീതികൾ പലപ്പോഴും കാണാറുണ്ട്. ചിലര് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുമ്പോ കൈ താഴ്ത്തുന്നവരെ കാണാം. ചിലര് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുമ്പോ കൈ താഴ്ത്തുകയാണ്. എല്ലാ കിതാബിലും പറഞ്ഞത് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുമ്പോൾ കൈ ഉയർത്തൽ സുന്നത്താണ്. ചുമലുകൾക്ക് നേരെ കൈ ഉയർത്തൽ. പക്ഷെ ചിലരൊക്കെ ചെയ്യാറുള്ളത് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുമ്പോ കൈ താഴ്ത്തല. കാരണം എന്താ? മുമ്പ് അല്ലാഹു അക്ബർ തുടങ്ങുമ്പോ തന്നെ എങ്ങനെയാ ഉണ്ടാകുക? എന്നിട്ട് അങ്ങനെ പിടിച്ചിട്ടുണ്ടാവും. എന്നിട്ട് പിന്നെ അല്ലാഹു അക്ബർ. ഇപ്പൊ മുമ്പ് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുമ്പോ കൈ താഴ്ത്തേ പൊക്കെ ചെയ്തത്. കൃത്യമായി ആലോചിക്കണം. അല്ലാഹു അക്ബർ ശരിക്ക് പൊക്കിയ കൈ അയാൾ താഴ്ത്തുക ചെയ്തത്. കിതാബിൽ അതിന് വ്യക്തമായി അതിന്റെ രൂപം പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു അക്ബർ എന്നതിലെ ഹംസ തുടങ്ങുമ്പോ കൈ ഇങ്ങനെ പൊക്കാൻ തുടങ്ങാം. അക്ബർ എന്ന റാ അവസാനിക്കുന്നത് വരെ പൊങ്ങി നിൽക്കണം. അത് അവസാനിച്ചിട്ട് പിന്നെയാണ് കൊണ്ടുപോയി വെക്കേണ്ടത്.
ഞാൻ പറയുന്നു കൃത്യമായി ആ രൂപം അങ്ങനെ തന്നെ പഠിക്കണം. ഇതൊക്കെ സ്വല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെയാണ് നിസ്കരിക്കുന്നത് നിങ്ങൾ കണ്ടത്, അതുപോലെ നിങ്ങൾ നിസ്കരിക്കണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചു. അല്ലേ? ആ മാതൃക മഹാന്മാരായ പണ്ഡിതന്മാർ എഴുതി വെച്ചു. അതേ രൂപത്തിൽ തന്നെ അതിലേറ്റവും പ്രബലമായ അഭിപ്രായം അനുസരിച്ച് തന്നെ അമല് ചെയ്ത് ഇങ്ങനെ വന്ന് നമ്മളോട് സ്വല്ലൂ കമാ റഅയ്തുമൂനി എന്ന് പറയാൻ പറ്റുന്ന ഉസ്താദുമാരുണ്ടായിരുന്ന കാലഘട്ടത്തില് അവര് നിസ്കരിക്കും പോലെ അങ്ങോട്ട് നിസ്കരിച്ചാൽ മതിയായിരുന്നു. ഇന്ന് ഞാൻ തുറന്നു പറയുന്നു, ഞാൻ നിസ്കരിക്കും പോലെ നിങ്ങൾ നിസ്കരിക്കാൻ നിൽക്കരുത്. ഞാൻ പറയും പോലെ നിങ്ങൾ നിസ്കരിച്ചാൽ അത് തന്നെ തെറ്റിന്, എന്നാലും ഏറെക്കുറെ ശരിയായി എന്ന് വരും. കൈ ഉയർത്തേണ്ടത്, എങ്ങനെയാണ് സലാം വീട്ടുമ്പോൾ മുഖം തിരിക്കേണ്ടത്, ഇതൊക്കെ നിങ്ങൾ എന്നോട് ചോദിച്ചു, ഞാൻ അതിന് ഉത്തരം പറഞ്ഞു. അതിനനുസരിച്ച് ചെയ്യുകയാണെങ്കിൽ ഏറെക്കുറെ ശരിയായിക്കൂടായല്ല. പക്ഷെ ചെയ്യും പോലെ ചെയ്യാൻ നിന്നാ 4 മൂല്യർ 4 രൂപത്തിലായി നിങ്ങൾ കുഴങ്ങും. ഞാൻ പറയാൻ കാരണം സ്വല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി, അത് എന്റെ അടക്കം കുറ്റാണ് ഇപ്പൊ ഞാനാ പറഞ്ഞത് എന്ന് പറയാൻ ആളില്ലാതെ പോയി. ബഹുമാനപ്പെട്ട ചെറുശോല ഉസ്താദിനെ ഞാൻ ഓർക്കുന്നു. അള്ളാഹു ഇവിടുത്തെ ഖബർ വെളിച്ചമാക്കി കൊടുക്കട്ടെ. മർക്കസിലെ മുദരിസ് ചെറുശോല ഉസ്താദ്, അവിടുത്തെ നിസ്കാരം കണ്ടാൽ പിന്നെ മസ്അല ആർക്കും സംശയം ഉണ്ടാവില്ല. ഉസ്താദ് നിസ്കരിക്കുമ്പോൾ നിസ്കരിച്ച മസ്അലിന്റെ മുഴുത്തമതായ രൂപമായിരിക്കും. പ്രബലമായ രൂപത്തിലാണ് ഉസ്താദിന്റെ നിസ്കാരം. അതെല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. അത് അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോ കൈപൊക്കൽ മാത്രമല്ല, സലാം വീട്ടുമ്പോ മുഖം തിരിക്കല് വരെ അതൊക്കെ ഇങ്ങനെ നോക്കിയാല് നല്ല മട്ടത്തിൽ കാണാം. ഇൻഷാ അല്ലാഹ് അങ്ങോട്ട് നമ്മൾ എത്താൻ പോകുന്നുള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത് നിർബന്ധമായിട്ടും ഇനിയിപ്പോ ഒരാള് ഇങ്ങനെ കൈ പൊക്കിയിട്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു, അതുകൊണ്ട് ഇത് സഹിയാവൂലാന്നോ? അസ്സുല് സുന്നത്ത്, അടിസ്ഥാനപരമായ സുന്നത്ത് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി അപ്പൊ കൈ ഉയർത്തി അതിന്റെ സുന്നത്ത് കിട്ടൂലെന്നൊന്നും ഇതിന് വാദല്ല. പൂർണ്ണമാകൂല രൂപം അത് അല്ലാഹു അക്ബർ എന്നിട്ട് പിന്നെ കൈയുണ്ട് അക്ബർ അവസാനിച്ചതിന്റെ ശേഷം കൈ ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെക്കുക. അത് നല്ല മട്ടത്തിൽ ഒതുക്കി ഒരൽപ്പം ഇടതുഭാഗത്തേക്ക് ചരിച്ച് ഇടത് കൈയിന്റെ മണിഖണ്ഡം, ഇതൊക്കെ നമ്മൾ പഴയ കാലത്തെ ഇങ്ങനെ പഠിച്ചു വെച്ച സംഗതിയാണ്. അത് പിടിച്ചുകൊണ്ട് തന്നെ ആയിരിക്കണം എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വേണ്ടത് കൈവെക്കാവട്ടെ. അത് പറഞ്ഞിട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു അക്ബർ, അല്ലാഹു ലോകത്ത് ഏറ്റവും വലിയവനാണ്. അല്ലാഹു അക്ബർ. ഈ ഒരു തക്ബീറത്തുൽ ഇഹ്റാം ഇന്ന് അവിടെ നിൽക്കട്ടെ. കാരണം ഇനി നമുക്ക് ഏതായാലും മറ്റു ദിക്റുകളെ കുറിച്ച് പരാമർശിക്കുമ്പോൾ അല്ലാഹു അക്ബർ ഒന്ന് പറയാം. എന്താ കാരണം? അല്ലാഹു അക്ബർ എന്നുള്ളത് എവിടെയൊക്കെ നമ്മൾ ചെല്ലുന്നത്? തക്ബീറത്തുൽ ഇഹ്റാം ചെല്ലുമ്പോൾ അല്ലാഹു അക്ബർ ചെല്ലുന്നത്, പിന്നെ സുജൂദിലേക്ക് റുക്കൂയിലേക്ക് പോകുമ്പോൾ അല്ലാഹു അക്ബർ, റുക്കൂയിൽ നിന്ന് വരുമ്പോ മാത്രം സമീഅല്ലാഹു ലിമൻ ഹമിദ, പിന്നെ പോയാൽ അല്ലാഹു അക്ബർ, തിരിച്ച് അല്ലാഹു അക്ബർ, പിന്നെയും അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ ധാരാളം തവണ പറയുന്നു. അപ്പൊ അത്ര ലാഘവത്തോടെ അങ്ങ് പറഞ്ഞുകൂടാ. നമുക്കൊന്ന് വിശദമായിട്ട് പറയാം. നമുക്ക് നിസ്കാരത്തിലെ ദിക്റുകളിലേക്ക് അതിന്റെ ചർച്ച മാറ്റി വെക്കാം. അല്ലാഹു അക്ബർ, അല്ലാഹു ഏറ്റവും വലിയ മഹാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി അല്ലാഹുവിനേക്കാൾ വലുതായിട്ടൊന്നുമില്ല, അല്ലാഹുവിനോളം വലുതും ഒന്നുമില്ല, എല്ലാം അല്ലാഹുവിനേക്കാൾ ചെറുതാണ്. അതാണ് അല്ലാഹു അക്ബറിന്റെ ആശയം. എന്നിട്ട് പിന്നെ ആ അല്ലാഹു അക്ബറിനെ വിശദീകരിക്കുകയാണ് സത്യത്തിൽ പിന്നെ അവൻ ചെയ്യുന്നത്. എന്ത്? വജ്ജഹ്തുവിന്റെ പാരായണം. ഇന്നത്തെ ക്ലാസ് വജ്ജഹ്തുവാണ്. വജ്ജഹ്തുവാണ് ഇന്ന് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു 8 മണിക്കൂർ വജ്ജഹ്തു മുമ്പൊരിക്കൽ അവതരിപ്പിച്ചതാണ്. അതിനെ ചുരുക്കിയിട്ട് നമ്മളിപ്പോ ഇവിടെ 2 മണിക്കൂർ കൊണ്ട് വജ്ജഹ്തു പറഞ്ഞു തീരണം. ഇൻഷാ അല്ലാഹ് കുറെ കാര്യങ്ങളൊക്കെ പറയാം. വജ്ജഹ്തു ഓതല് സുന്നത്താണ്, എല്ലാവർക്കും അറിയാം. സുന്നത്തല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചിട്ട് ഉപേക്ഷിക്കരുത്. അത് വളരെ വജ്ജഹ്തു എന്ന് പറയുന്നത് സത്യത്തിൽ അടിമ ഉടമയുടെ മുമ്പിൽ നടത്തുന്ന പൂർണ്ണമായ സത്യപ്രതിജ്ഞയാണ്.
പൂർണ്ണമായ സത്യപ്രതിജ്ഞയാണ് വജ്ജഹ്തു. ഇത് തമാശയല്ല. വജ്ജഹ്തു ശരിക്ക് തികഞ്ഞ ഒരു സത്യപ്രതിജ്ഞയാണ്. തക്ബീറത്തുൽ ഇഹ്റാമിന് ശേഷം അത് സുന്നത്താണ്. ഉടനെ അത് സുന്നത്താണ്. സുന്നത്ത് നിസ്കാരങ്ങളിൽ വരെ സുന്നത്താണ്. സുന്നത്ത് നിസ്കാരമൊക്കെ നമ്മൾ സാധാരണ അങ്ങനെ അല്ലാഹു അക്ബർ എന്ന് പറയും, പിന്നെ ഫാത്തിഹ ഓതും, റുക്കൂയിലേക്ക് പോകും, എപ്പോഴും ഇങ്ങനെ ചുരുക്കിയെടുക്കുന്ന സംഗതികളാണ്. എന്നാൽ സത്യത്തിൽ അവിടെയും സുന്നത്തുണ്ട്. ജനാസ നിസ്കാരമല്ലാത്തിടത്തൊക്കെ, മയ്യത്ത് നിസ്കാരത്തിൽ അല്ലാത്തിടത്തൊക്കെ, മയ്യത്ത് നിസ്കാരത്തിൽ അതില്ല. എന്താ കാരണം? മയ്യത്ത് നിസ്കാരത്തിന് വേണ്ടി മയ്യത്തിനെ കൊണ്ടുവന്ന് വെച്ചാൽ പിന്നെ വേഗം നിസ്കരിക്കാൻ നോക്കുക. അതിനുവേണ്ടിയാണത്. മറ്റ് സംഗതികളുമായിട്ടുള്ള ശുഗലുകൾ നിസ്കരിക്കാൻ ആളുകൾ കയറാൻ ബാക്കിയുണ്ട്, എത്താൻ ബാക്കിയുണ്ട്, അവരെയൊക്കെ കാത്തു നിൽക്കാം. ജമാഅത്തിന്റെ വലിപ്പം കൂട്ടാൻ ഉദു എടുത്തുകൊണ്ടിരിക്കുന്നവരെ കാത്തു നിൽക്കാം. ആ കാത്തു നിൽക്കുന്ന സമയത്ത് ദിക്റ് ചൊല്ലി എന്ന് കരുതി ആകാശം ഇടിഞ്ഞു വീഴൂല. ഇതൊക്കെ പറയാൻ കാരണം, ചിലപ്പോ ഈ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് പള്ളിയിൽ ജനാസ വെച്ച് ദിക്റ് ചെല്ലുന്നതിനെ വിമർശിക്കുന്നവരുണ്ട്. അത് തെറ്റാണെന്ന് പറയുന്നവരുണ്ട്. എന്തേ വജ്ജഹ്തു വേണ്ടാന്ന് വെച്ചത്? വജ്ജഹ്തു ഓതുമ്പോഴേക്ക് സമയം വൈകുമെന്ന് കരുതിയിട്ടല്ലേ വേഗം മയ്യത്ത് ഖബറടക്കല്ലേ വേണ്ടത്? എന്നിട്ടോ മയ്യത്ത് മരിച്ചത് ഇന്നലെ രാത്രിയാ. ഇന്ന് 3 മണിക്കാണ് മയ്യത്ത് എവിടെ എത്തുന്നത്? പള്ളിയിലെത്തുന്നത്. അതൊന്നും ഇയാൾ മറന്നുപോയോ? ഞാൻ പറയുന്നത്, ഒരാവശ്യവുമില്ലാതെ മഹാന്മാരായ പണ്ഡിതന്മാർ ചെയ്തു വന്ന ശൈലികളെ വിമർശിക്കാൻ എളുപ്പമുണ്ടാകും. അത്തരം വേണ്ടാത്തരം ഒരാളും ചെയ്യാൻ പാടില്ല. ഏതാവട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കുക, വജ്ജഹ്തു വേണ്ട എന്ന് വെച്ചത് അതിന് തന്നെയാണ്. നിസ്കാരത്തിന്റെ സമയം, നിസ്കാരത്തിനുള്ള എല്ലാ സെറ്റപ്പുകളും ഒരുങ്ങിക്കഴിഞ്ഞാൽ വേഗം നിസ്കരിച്ചോളാം. പിന്നെ അവിടെ ഒരു വജ്ജഹ്തുവിന്റെ തടസ്സം പോലും വേണ്ട. അത് തന്നെയാണ് വജ്ജഹ്തു. ജനാസ നിസ്കാരത്തിൽ സുന്നത്തില്ല എന്ന് പറയാൻ കാരണം, എന്നിട്ട് ആ വജ്ജഹ്തു മനസ്സറിഞ്ഞ് പാരായണം ചെയ്യണം. ആ വജ്ജഹ്തു ജനാസ നിസ്കാരത്തിൽ വേണ്ട എന്ന് പറയുമ്പോ ഗായിബായ മയ്യത്ത് നിസ്കരിക്കുകയാണെങ്കിൽ അവിടെ പിന്നെ മയ്യത്ത് ഖബറടക്കുന്ന സ്പെഷ്യലൊന്നും ഇല്ലല്ലോ, തിരക്കൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഓതാൻ നിൽക്കരുത്. അവിടെയും പ്രബലമായ ചുരുക്കി പറഞ്ഞ മയ്യത്ത് നിസ്കാരത്തിൽ വജ്ജഹ്തു ഇല്ല, അങ്ങനെ മനസ്സിലാക്കുക. അല്ലാത്ത നിസ്കാരത്തിലൊക്കെ വജ്ജഹ്തു സുന്നത്താണ്. അതുകൊണ്ട് വജ്ജഹ്തു നമ്മൾ ഓതണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വജ്ജഹ്തു ഓതുന്നതിന് പ്രാധാന്യമുണ്ട്. വജ്ജഹ്തു ഓതുന്നതിന് വേറെയും അത് സംബന്ധമായി മസ്അലകൾ വേറെയും പറയാനുണ്ട്. അതിലേക്ക് മസ്അലകളിലേക്ക് കൂടുതൽ കടന്നു വരുന്നില്ല. അഊദു ഓതുന്നതിന്റെ മുമ്പ് വജ്ജഹ്തു സുന്നത്താണ്. അഊദുവിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ, കടന്നു കഴിഞ്ഞാൽ, അത് മറന്നുകൊണ്ടാണെങ്കിൽ പോലും പിന്നെ വജ്ജഹ്തുവിന് വേണ്ടി തിരിച്ചു വരേണ്ടതില്ല. അങ്ങനെയാണ് വേണ്ടത്. അപ്പൊ ഓർമ്മയുണ്ടെങ്കിൽ അത് എന്നും അങ്ങനെ ചെയ്യുമ്പോ അങ്ങനെ നമുക്ക് മറക്കാതെ ചെയ്യാൻ കഴിയും. അങ്ങനെ വജ്ജഹ്തു പാരായണം ചെയ്യണം. ആ വജ്ജഹ്തുവിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ് നമ്മൾ നടത്തുന്നത്. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമാ വമാ അന മിനൽ മുശ്രികീൻ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലാ വബിദാലിക ഉമിർതു വഅന മിനൽ മുസ്ലിമീൻ. ഈ അർത്ഥം ഒന്ന് പറയാം ഇൻഷാ അല്ലാഹ്. അത് ഇന്ന് ഈ ക്ലാസ് തീരുമ്പോഴേക്ക് എല്ലാവർക്കും ഇനി കിട്ടണം. കാരണം നമ്മൾ ഈ പറയണ വലിയ വർത്താനത്തിന്റെ ആഴറിയാത്തത് കൊണ്ടാണ് നമ്മളെ മഗ്‌രിബ് നിസ്കരിച്ചിങ്ങോട്ട് ഇറങ്ങി വരുന്ന മനുഷ്യനോട്, അല്ല നിങ്ങൾ മഗ്‌രിബ് നിസ്കരിച്ചില്ലേ? അതെ. മഗ്‌രിബ് നിസ്കരിച്ചപ്പോ നിങ്ങൾ വജ്ജഹ്തു ഓതിയിരുന്നോ എന്ന് ചോദിച്ചാൽ പല മനുഷ്യന്മാരുടെയും മറുപടി, നിയ്യത്ത് വെച്ച് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയാൽ പിന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് വജ്ജഹ്തു വരിക, ഓതിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞാൽ ഓതി എന്ന് ഓർമ്മയോടുകൂടെ ഓതാൻ കഴിഞ്ഞിട്ടില്ല. നമ്മളെ പരാജയ ഞാൻ പറയുന്നത്. ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു തുഹ്ഫയിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്.
വജ്ജഹത്തു ഓതുന്ന സമയത്ത് നല്ല മനസാന്നിധ്യം വേണം. കാരണം എന്താ, എല്ലാത്തിനും വേണം. പക്ഷെ ഇതെന്താ ഈ പറയുന്ന വാക്ക്? ഈ പറയുന്ന വാക്ക് മൂപ്പര് അറിഞ്ഞിട്ടേ ഇല്ല. എന്നാൽ ഇതിന്റെ അർത്ഥം അറിഞ്ഞിട്ടില്ലെങ്കിൽ വജ്ജഹത്തു വജ്ഹിയ ലില്ലദി ദിക്റിന്റെ ആ വാചകം ഞാൻ ചൊല്ലുന്നുണ്ട്, ചൊല്ലി എന്ന് പറഞ്ഞാൽ നിസ്കരിച്ച് വരുന്നവനോട് ചോദിയിട്ടുണ്ടോ വെച്ചാൽ ഞാൻ ഓതിയിട്ടുണ്ട് എന്ന് പറയാനുള്ള ഒരു ഓർമ്മയെങ്കിലും അതുപോലും ഇല്ല. അതിങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് അല്ലാഹു അക്ബർ പറഞ്ഞാൽ പിന്നെ അങ്ങനെ പോകും. സാധാരണ ചൊല്ലി വരുന്നതാണ്. അതങ്ങനെ അങ്ങോട്ട് പോകും. പിന്നെ ഫാത്തിഹ ഓതും, സൂറത്ത് ഓതും. അതും മിക്കവാറും 1-2 സൂറത്ത് ദായിമായിരിക്കും. അതൊന്നും അറിഞ്ഞുകൊണ്ടായിരിക്കൂല ചെല്ലരുതെന്ന് അർത്ഥം. അതങ്ങനെ അങ്ങോട്ട് പോകും. ഹൃദയ സാന്നിധ്യം വേണം. ഹൃദയ സാന്നിധ്യത്തോടു കൂടെ ആയിരിക്കണം നിസ്കരിക്കേണ്ടത്. വജ്ജഹത്തുവിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞു നോക്കുക. ഹൃദയ സാന്നിധ്യം വേണോ വേണ്ടേന്നപ്പോ തിരിയും. വജ്ജഹത്തു വജ്ഹിയ, ഞാൻ എന്റെ ശരീരം ഇതാ തിരിച്ചിരിക്കുന്നു, ഞാൻ എന്റെ ശരീരം സമർപ്പിച്ചിരിക്കുന്നു. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർദ്, ലില്ലദീ ഫതറസ് സമാവാതി വൽ അർദ്, ആകാശ ഭൂമികളെ സൃഷ്ടിച്ചു സംവിധാനിച്ച വാനഭുവനങ്ങളെ സൃഷ്ടിച്ചു സംവിധാനിച്ച പടച്ച റബ്ബിന് വേണ്ടി ഞാനിതാ എന്റെ ശരീരം സമർപ്പിച്ചിരിക്കുന്നു. ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ, എല്ലാ പിഴച്ച ആശയങ്ങളിൽ നിന്നും, എല്ലാ കെട്ടുനാറുന്ന ചിന്തകളിൽ നിന്നും, വിശ്വാസങ്ങളിൽ നിന്നും ഞാൻ തെന്നിമാറി ഹനീഫൻ, മുസ്ലിമൻ, സത്യത്തിൽ ഉറച്ചുകൊണ്ട്, യഥാർത്ഥ മുസ്ലിമായിക്കൊണ്ട്, ബാത്തിലിൽ നിന്നൊക്കെ മാറി സത്യത്തിൽ ഉറച്ച് മുസ്ലിമൻ, അനുഷ്ഠാന ബോധമുള്ള മുസ്ലിമായി ഞാനിതാ എന്റെ ശരീരം റബ്ബിലേക്ക് തിരിച്ചിരിക്കുന്നു. വമാ അന മിനൽ മുശ്രിക്കീൻ, ഈ ലോകത്ത് റബ്ബേ നിന്നോട് കൂടെ പലതിനെയും, പല വസ്തുക്കളെയും, പല ജീവികളെയും, പല വ്യക്തികളെയുമൊക്കെ നിന്നോട് കൂടെ പങ്കു ചേർത്ത് ആരാധിക്കുന്ന 1,000 മനുഷ്യരെയും പാർട്ടിക്കാരെയും ഒക്കെ ഞാൻ കാണുന്നുണ്ട്. ഞാൻ ശിർക്ക് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ തന്നെയില്ല. വമാ അന മിനൽ മുശ്രിക്കീൻ, അവരുമായി എനിക്ക് യാതൊരു പങ്കുമില്ല. ഞാൻ മുവഹിദാണ്, ഞാൻ ഏക ഇലാഹിലുള്ള വിശ്വാസം എന്റെ ഹൃദയത്തിൽ തറവാക്കിയിട്ടുണ്ട്. വമാ അന മിനൽ മുശ്രിക്കീൻ. ഇന്ന സ്വലാത്തി വനുസുക്കി, തീർച്ചയായും എന്റെ നിസ്കാരം എന്നല്ല വനുസുക്കി, എന്റെ നോമ്പും, എന്റെ ഖുർആൻ പാരായണം, എന്റെ ഹജ്ജും, എന്റെ സക്കാത്തും, നോമ്പ്, നിസ്കാരം എന്ന് മാത്രമല്ല, നിസ്കാരമല്ലാത്ത മറ്റു മുഴുവൻ ആരാധനകളും, വനുസുക്കി എന്റെ മറ്റാരാധനകളും, വമഹിയായ വമമാതി, എന്തിനധികം ഇത് പറഞ്ഞാ തീരൂല. എന്റെ കുടുംബ ജീവിതം പടച്ച റബ്ബ്, എന്റെ കച്ചവടം പടച്ച റബ്ബിന് വേണ്ടിയാണ്, എന്റെ ജോലി പടച്ച റബ്ബിന് വേണ്ടിയാണ്, എന്റെ പഠനം പടച്ച റബ്ബിന് വേണ്ടിയാണ്, എന്റെ അധ്യാപനം പടച്ച റബ്ബിന് വേണ്ടി, ഞാൻ അനങ്ങുന്നതും അടങ്ങുന്നതും എന്റെ റബ്ബിന്റെ പൊരുത്തത്തിനാണ്. ഇങ്ങനെ പറഞ്ഞാലുണ്ടോ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ കാര്യങ്ങൾ എണ്ണി തീർക്കാൻ കഴിയുന്നത്? അവിടെയാണ് പറയുന്നത് ഇബാദത്തുകളെ പ്രത്യേകം പ്രഖ്യാപിച്ചുകൊണ്ട്, ഇബാദത്തുകളെ പ്രത്യേകം പരാമർശിച്ചുകൊണ്ട് അത് കഴിഞ്ഞ ഉടനെ പറയുന്നു, ഇന്ന സ്വലാത്തി വനുസുക്കി മഹ്യായ വമമാതി. എന്തിനധികം നീണ്ടു പോകുമെന്ന് ഭയപ്പെട്ടതുകൊണ്ട് ചുരുക്കുകയാണ്. എന്റെ ജീവിതവും മരണവും, എന്റെ ചലന നിശ്ചലനങ്ങള്, വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ റബ്ബിന് വേണ്ടി ഞാനിതാ സമർപ്പിച്ചു കഴിഞ്ഞു. ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്തോ ഒരു കാപട്യായി പറയുന്നതില്ലേ? ശരിക്കും ആലോചിച്ചു. എന്ത് ആ നിസ്കരിക്കുമ്പോഴും എന്റെ മനസ്സിലുള്ള ചിന്തയെ ഇൻഷാ അല്ലാഹ് വിശദീകരിക്കുമ്പോ പറയാം. ഇതൊക്കെ പറയുമ്പോഴും മനസ്സിന്റെ അകത്തുള്ള ചിന്ത എന്താ?
മറ്റോടത്തൊരു കച്ചവടം ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട്, അതിലിപ്പോ മറ്റോനും ഒക്കെ രണ്ട് തലയും കെട്ടാൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ മറ്റോനെ ചാമ്പണം എന്നാ എന്നിട്ട് പറയാണ്, എന്റെ കച്ചവടം, എന്റെ ഏർപ്പാട് മുഴുവനും നിന്റെ പൊരുത്തത്തിലാവണം സോനെ. എന്താ ഉഷാറുകാർ ഒന്ന് പറയാം, അവിടേക്കൊക്കെ വരാം വ്യാഖ്യാനത്തിലേക്ക്. ഇന്ന സ്വലാത്തി വനുസുക്കി വമഹിയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹ്. അല്ലാഹുവിന് ഒരു പങ്കുകാരുമില്ല. അല്ലാഹു റബ്ബുൽ പങ്കുകാരുമില്ല. അവനെ മാത്രം ആണ് ഞാൻ ആരാധിക്കുന്നത്. അവന്റെ പൊരുത്തത്തിൽ മാത്രമാണ് എന്റെ ഈ എല്ലാ ഇത്തരം സമർപ്പണം കൊണ്ട്, ഇപ്പറയപ്പെട്ട സമ്പൂർണ്ണ സമർപ്പണം കൊണ്ട് എന്റെ റബ്ബിന് പൂർണ്ണമായി ഞാൻ എഴുതി കൊടുക്കണമെന്ന കൽപ്പന ഉമിർത്തു എന്നോടുണ്ട്. എന്നോട് ഇങ്ങനെ ഒരു സമർപ്പണം കൊണ്ട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. റബ്ബിന് വേണ്ടി നീ നിന്നെ സമർപ്പിക്കണമെന്ന് റബ്ബെന്നോട് പറഞ്ഞതാ. വബിദാലിക ഉമിർത്തു, എന്നോട് ഇത്തരം ഒരു സമർപ്പണം കൊണ്ട് കൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. വഅന മിനൽ മുസ്ലിമീൻ, കൽപ്പിക്കപ്പെട്ടപ്പോൾ എനിക്ക് അനുസരണം ഉണ്ടായേ പറ്റൂ. അല്ലേ, അള്ളാഹു ഒരു കാര്യം എന്നോട് കൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാനത് അനുസരിക്കണ്ടേ? അതുകൊണ്ട് ഞാൻ അനുസരണശീലമുള്ളവരുടെ കൂട്ടത്തിലാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്നോട് അള്ളാഹ് കൽപ്പിച്ചെങ്കിൽ ഞാൻ അതിന് അനുസരണം പ്രഖ്യാപിക്കുന്നു. എന്റെ എല്ലാ പരിപാടിയും മാത്രം. ഇതാണ് ഇപ്പൊ വജ്ജഹത്തുവിന്റെ നേരാർത്ഥം. ഇനി നമ്മൾ വജ്ജഹത്തുവിന്റെ പശ്ചാത്തലം, വജ്ജഹത്തുവിന്റെ തഫ്സീറും അതിന്റെ വ്യാഖ്യാനം, അതിലേക്കൊന്ന് കടന്നു വരിക. മഹാന്മാര് കിതാബിൽ ഇങ്ങനെ പറഞ്ഞത് കണ്ടാൽ അത്ഭുതപ്പെട്ടു പോകും. ആദ്യം ചെയ്യുന്നത് വജ്ജഹത്തു വജ്ഹി. വജ്ഹി എന്ന് പറഞ്ഞാൽ, വജ്ഹി എന്ന് പറഞ്ഞ വാക്കിന് മുഖം എന്നർത്ഥമുണ്ട്. മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ ഈ വജ്ജഹത്തു വജ്ഹി എന്ന്, വജ്ജഹത്തു വജ്ഹിയ എന്ന് പറയുന്നിടത്ത് വജ്ഹി എന്ന് പറഞ്ഞതിന് അർത്ഥം കൊടുത്തത് ഐ ദാത്തി, എന്റെ ശരീരം ഞാൻ സമർപ്പിച്ചിരിക്കുന്നു എന്നാണ്. മുഖം എന്ന് പറഞ്ഞിട്ട് ശരീരം ഉദ്ദേശിക്കുന്ന ഒരു ശൈലി, ദാത്ത് മുഴുവൻ ഉദ്ദേശിക്കുന്ന ശൈലി വേറെയും സ്ഥലങ്ങളിൽ കാണാം. വജ്ജഹത്തു ഖുർആനാണ്, സംശയിക്കണ്ട. ഞാൻ നേരത്തെ ഓതിയത് ആയത്താണ്. നേരത്തെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വജ്ജഹത്തു ഉൾക്കൊള്ളുന്ന ആയത്താണ് നേരത്തെ ഓതി കേൾപ്പിച്ചത്. അത് വജ്ജഹത്തുവിന്റെ പശ്ചാത്തലം പറയുമ്പോൾ ഇനി കൊണ്ട് ഓതുന്നുണ്ട്. അപ്പൊ വജ്ഹ് എന്ന് പറഞ്ഞാൽ മുഖം കണ്ട എന്ന് പറയും. ഒരാള് അവൻ കണ്ടിട്ടില്ല, ആ മറയുടെ അടുത്ത് ഒരാൾ ഇങ്ങനെ കുനിഞ്ഞു നിന്നിട്ട് അയാളെ മുഖം മാത്രം ഇങ്ങനെ കണ്ടു. നമ്മൾ പറയും ഞാൻ അബ്ബാസിനെ കണ്ടു, അബ്ബാസ് അവിടെ ഉണ്ട്, ഞാൻ അബ്ബാസിനെ കണ്ടു. സംഗതി മുഖം മാത്രമേ കണ്ടിട്ടു, എന്നാലും മുഴുവൻ കണ്ടു എന്ന് പറയും. അതേസമയം അബ്ബാസിന്റെ കൈ മാത്രം ഇങ്ങനെ പൊക്കി കാണിച്ചാൽ അബ്ബാസിനെ കണ്ടു എന്ന് പറയില്ല, അബ്ബാസിന്റെ കൈ കണ്ടു എന്നേ പറയുള്ളൂ. അതാണ് ഇതിന്റെ വ്യത്യാസം. മുഖം കൊണ്ട് മനുഷ്യന്റെ മൊത്തം ദാത്ത് ഉദ്ദേശിക്കപ്പെടുന്നത് സ്വാഭാവികമാണ്. വജ്ജഹ്തു വജ്ഹിയ, എന്റെ ശരീരം ഞാനിതാ സമർപ്പിച്ചിരിക്കുകയാണ്. പിന്നീട് ഈ ഒരു വാക്ക് തന്നെ പറയാൻ കാരണം എന്താണ്? ബഹുമാനപ്പെട്ട പണ്ഡിതന്മാര് എന്നെയും നിങ്ങളെയും വിശദീകരിച്ച് പഠിപ്പിക്കുന്നു. തുഹ്ഫയിൽ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ഈ വജ്ജഹ്തു വജ്ഹിയ ന വജ്ജഹ്തു ദാത്തി എന്ന് പറഞ്ഞുകൂടായിരുന്നു. എന്റെ ശരീരം ഞാൻ സമർപ്പിച്ചു, എന്റെ മുഖം എന്നെ ശരീരം എന്ന് അർത്ഥമാക്കി പറയാൻ കാരണം എന്താ? ശരീരം സമർപ്പിച്ചാലും മുഖം തിരിഞ്ഞു കളിക്കാം, മുഖം തിരിഞ്ഞു കളിക്കാം. മഹാനവറുകൾ പറയാണ് ഫീഹി ഇശാറത്തുൻ ഇലാ അന്നൽ മുസല്ലിയ യംബഗി അൻ യകൂന കുല്ലുഹു വജ്ഹൻ മുഖ്ബിലൻ ബികുല്ലിയതിഹി അലല്ലാഹ് ലാ യൽതഫിതു ലിഗൈരിഹി ബിഖൽബിഹി ഫീ ലഹ്ളത്തിൻ മിൻഹാ. ഒരു സെക്കൻഡ് സമയം പോലും അവൻ അല്ലാഹു അല്ലാത്തതിലേക്ക് അവന്റെ മുഖം പോലും തിരിക്കില്ല. അതെ, ബോഡിക്കൊരു ചലനവും ഇല്ലാതെ മുഖം ഇങ്ങനെ തിരിക്കാൻ പറ്റുമോ? മുഖത്തിന്റെ ഒരു പ്രത്യേകതയാണ്, അല്ലെ? മുഖത്തിന്റെ പ്രത്യേകതയാണ്. നെഞ്ചു തെറ്റുമ്പോഴാണ് ഖിബ്ലയെ തൊട്ട് തെറ്റി എന്ന് പറയാം. അപ്പൊ ആ മുഖം പോലും എന്ത് ചെയ്യുന്നില്ല, തിരിക്കുന്നില്ല. അപ്പൊ പിന്നെ ബാക്കിയുള്ളത് മുഴുവനും കൊടുക്കും. ബാക്കിയുള്ളത് നേരെ മറിച്ച് ബോഡി തിരിച്ചു കഴിഞ്ഞാൽ മുഖം ഒപ്പം പോകും. മുഖം തിരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇനി ബോഡി പോകൂല എന്നുള്ള കാര്യം ഉറപ്പാണ്. വജ്ജഹ്തു വജ്ഹിയ ഈ ഭാഗം വിശദീകരിച്ചുകൊണ്ട് തുഹ്ഫയിൽ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ഇത് രേഖപ്പെടുത്തി. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറയാണ് വയംബഗി മുഹാവലത്തു സിദ്ഖി ഇൻദ തലഫുളി ബിദാലിക,
الكذب لا سيما في مثل هذا المقام سبحان من جل جلاله. എന്താണ് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പറയുന്നത്? ഇങ്ങനെ ഒരു സമ്പൂർണ്ണ സമർപ്പണം ഞാൻ അല്ലെങ്കിൽ ഈ പറയുന്നത് പച്ച നുണയായി പോകും കേട്ടോ. നമ്മളൊക്കെ സത്യത്തിൽ ഓതുന്ന വജ്ജഹത്തുവിനെ കുറിച്ച് ഒറ്റക്കൊന്ന് ആലോചിച്ച് നോക്കണ്ടേ. എന്താണ് ഈ വജ്ജഹത്തുവിന്റെ കഥ? എന്നപ്പോ നമ്മൾ ശരിയല്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ തൽക്കാലം വജ്ജഹത്ത് ഓതണ്ട ഫാത്തിഹ തൊട്ടാൽ തുടങ്ങാൻ പറ്റുമോ? അത് പറ്റൂല. വജ്ജഹത്ത് ഓതണം, അത് സുന്നത്താണ്. പക്ഷെ വജ്ജഹത്തുവിനനുസരിച്ചൊന്ന് ജീവിതം ശരിയാക്കി കൊണ്ടുവരിക, അതാ വേണ്ടത്. അതാ മഹാനവറുകൾ പറഞ്ഞു മുഹാവലത്തു സിദ്ഖ്. അവിടെ മഹാനവറുകൾ തന്നെ സൂക്ഷിച്ചുകൊണ്ടാ സംസാരിച്ചത്. സിദ്ഖ് ഉണ്ടാക്കാൻ ശ്രമിക്കണം. മുഹാവലത്തു, ആത്മാർത്ഥതയുണ്ടാക്കാൻ ശ്രമം നടത്തണം. നിങ്ങൾ പരമാവധി ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തണം. അപ്പൊ പരമാവധി ആ ഒരു സെക്കൻഡ്, ആ ഒരു 2 മിനിറ്റ് സമയമെങ്കിലും ഒന്ന് ഹൃദയത്തെ നിസ്കാരത്തിൽ തന്നെ കെട്ടിയിടാൻ, മറ്റു ഭൗതിക ചിന്തകളിൽ നിന്നൊന്ന് മാറാൻ, അള്ളാഹുവിലൊന്ന് ലയിക്കാൻ പറ്റോ? അല്ലെങ്കിൽ ഈ പറയുന്നത് കളവായി പോകും. പ്രത്യേകിച്ച് ഫീ മിസ്രി ഹാദൽ മഖാം, ഇതുപോലെയുള്ള ഒരു സ്ഥാനത്ത് പടച്ചോന്റെ മുമ്പിൽ നിന്നിട്ട് കളവ് പറഞ്ഞൂടാ. പടച്ചോന്റെ മുമ്പിൽ നിന്നുകൊണ്ട് കളവ്. സത്യപ്രതിജ്ഞ അതെപ്പോഴും ഏതായിരിക്കണം? സത്യസന്ധമായിട്ടാണ് നടത്തേണ്ടത്. കളവ് പറഞ്ഞുകൊണ്ടല്ല. അത് ഞാൻ ശേഷം അതേക്കുറിച്ച് പറയാം. സത്യപ്രതിജ്ഞ ചെയ്താൽ പോരാ, അത് നടപ്പാക്കാൻ തയ്യാറാവണം. നടപ്പാക്കാൻ തയ്യാറാണ്. നടപ്പിലാക്കാത്ത സത്യപ്രതിജ്ഞ എന്തൊരു മട്ടുണ്ടാകും. ഒരു ഇലക്ഷൻ കഴിഞ്ഞാൽ നമ്മളെ നാട്ടിലാകെ സത്യപ്രതിജ്ഞനെ പറ്റിയുള്ള ചർച്ചകളായിരിക്കും. പ്രതിജ്ഞ ചെയ്ത് ദൈവനാമത്തിലാണോ അല്ലേ എന്ന് വലിയ തല്ലായിരുന്നു. എങ്ങനെയാണ് സത്യപ്രതിജ്ഞ ചെയ്തത്? ചെയ്ത സത്യപ്രതിജ്ഞ ദൈവനാമത്തിൽ ചെയ്തവനും ദൈവനാമത്തിൽ അല്ലാതെ ചെയ്തവനും അത് നിറവേറ്റിയോ എന്നൊരു കുട്ടിക്കും ചോദ്യമല്ല. അത് പാലിച്ചോ എന്നുള്ളത് ചോദ്യമല്ല. അപ്പൊ അതാ പറഞ്ഞത്, അള്ളാഹു പറഞ്ഞിട്ട് നിങ്ങൾ വെറുതെ സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ടൊന്നും കാര്യമല്ല. സത്യപ്രതിജ്ഞ കൊണ്ട് ജോറാക്കിയിട്ട് കാര്യമല്ല. അതിന്റെ ശുറൂത്തും ഫുറൂതും ഒപ്പിക്കുന്നതിന് പകരം ആ പറയുന്നതിനനുസരിച്ചൊന്ന് ജീവിക്കാൻ നോക്കണം കേട്ടോ. ആ ഭാഗത്തേക്കൊക്കെ വരാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അപ്പൊ അതുകൊണ്ട് അതാ പറയുന്നു, വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള. ഇനി പറയുന്നത് ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള, ആകാശഭൂമികളെ സൃഷ്ടിച്ചു സംവിധാനിച്ചവൻ. ആകാശ ഭൂമികളെ സൃഷ്ടിച്ച, ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചു സംവിധാനിച്ചവൻ, മാതൃകയില്ലാതെ സൃഷ്ടിച്ചവൻ. അല്ലദീ ഫതറസ് സമാവാതി വൽ അർള്, വട്ടപൂജ്യത്തിൽ നിന്ന്, സീറോ ലെവലിൽ നിന്ന് ആകാശഭൂമികളെ സൃഷ്ടിച്ചു. ഒരു മുഖം തിരിച്ചിരിക്കുന്നു, ഞാൻ എന്റെ ശരീരം തിരിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിന്റെ ബഹുമാനം എന്താണ്? ഇത് കുട്ടിക്കളിയല്ല. ശരിക്കും മനസ്സിലാക്കിക്കോളൂ, ഇത് കുട്ടിക്കളിയല്ല. ബഹുമാനപ്പെട്ട ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബുനാ വസയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഈ വജ്ജഹ്തു മഹാനാണ്. വജ്ജഹ്തു തുടങ്ങി വെച്ചത്, ലോകത്ത് ആദ്യമായിട്ട് വജ്ജഹ്തു തുടങ്ങി വെച്ചത് ആരാണെന്നറിയോ? ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമാണ്. വജ്ജഹ്തു എന്ന് പറഞ്ഞാൽ സമ്പൂർണമായ സമർപ്പണമാണ്. ആദ്യം ആ സമർപ്പണം അള്ളാഹുവിന് വേണ്ടി നടത്തിയത് ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമാണ്. ഇബ്രാഹിം നബി വജ്ജഹ്തുവിന്റെ ആശയം പറഞ്ഞുകൊണ്ട്, വജ്ജഹ്തുവിന്റെ ആശയം പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു? മുശ്രിക്കുകളെ മുഷ്കിനെന്നെ കിട്ടൂല, ഞാൻ ഏകനായ റബ്ബിന് മാത്രമേ ആരാധിക്കൂ പറഞ്ഞിട്ട് റബ്ബിനെ ആരാധിക്കാൻ മുമ്പോട്ട് വരികയും ആ റബ്ബിന്റെ മുമ്പില് ഒരു വലിയ സത്യപ്രതിജ്ഞ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചൊല്ലുകയും ചെയ്തു. അതാണ് നമ്മുടെ നിസ്കാരത്തിലെ വജ്ജഹ്തുവായി മാറി വന്നത്. കേൾക്കുക, ആ സംഭവമാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നത് കാണാം. വഇദ് ഖാല ഇബ്രാഹിം
ലിയബീഹി ആസറ അതത്തഖിദു അസ്നാമൻ ആലിഹതൻ ഇന്നി അറാക വഖൗമക ഫീ ളലാലിൻ മുബീൻ. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പിതൃവ്യനോട് പറയുകയാണ്, ഇത് ഖാല ഇബ്രാഹിമു ലിയബീഹി ആസറ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പിതൃവ്യനായ ആസറിനോട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വാപ്പയല്ല, എളാപ്പാനെ കുറിച്ചും വാപ്പ എന്ന് പ്രയോഗിക്കാറുണ്ട്. ഖുർആൻ അങ്ങനെ പ്രയോഗിച്ചിട്ടുണ്ട്. ഇസ്മായിൽ നബി അലൈഹിസ്സലാം യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ സന്താന പരമ്പരകളെ സംബന്ധിച്ചിടത്തോളം അവര് യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ മക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നേരെ വാപ്പയായിരുന്നില്ല, മൂത്താപ്പയായിരുന്നു ഇസ്മായിൽ അലൈഹിസ്സലാം. എന്നിട്ടും അവരെ കുറിച്ച് ഇതേ പ്രയോഗം തന്നെ നടത്തിയതായിട്ട് നമുക്ക് വിശുദ്ധ ഖുർആനിൽ നിന്ന് തന്നെ വായിക്കാൻ കഴിയും. മാത്രവുമല്ല, ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഉപ്പ താറഹ് എന്ന് പറയുന്ന വ്യക്തിയാണ്. ചരിത്രം വളരെ വ്യക്തമായി രേഖപ്പെടുത്തുന്നുണ്ട്. ആസറല്ല ഇബ്രാഹിം നബിയുടെ ഉപ്പയുടെ പേര്. ഇത് വ്യക്തമായി പറഞ്ഞു ലിയബീഹി ആസർ. കാരണം സ്വന്തം വാപ്പയാണ് എന്ന് തോന്നിപ്പോകരുത് എന്ന് കരുതിയിട്ടാണ് ലിഅബീഹി പറഞ്ഞിട്ട് പിന്നെ ആസറ എന്ന് പ്രത്യേകം പറഞ്ഞത്. അല്ലെങ്കിൽ എന്താണ്, അമ്പിയാക്കളുടെ വാപ്പമാര് മുശ്രിക്കാകുക എന്നുള്ളത് ഒരിക്കലും ഉണ്ടാകൂല. മുശ്രിക്കായി എന്നല്ല, ബിംബങ്ങൾ ഉണ്ടാക്കിയിട്ട് അത് വിറ്റിട്ടാണ് ചെലവ് കഴിഞ്ഞിരുന്നത്. അപ്പൊ അത് ആരാണ്? ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ നേരെ വാപ്പ താറഹല്ല ഈ പണി ചെയ്തിരുന്നത്, അവരുടെ സഹോദരനായിരുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ഉപ്പയുടെ സഹോദരനായിരുന്നു. അവരോട് ചെന്നുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചോദിച്ചു, എന്റെ പൊന്നുപ്പ. വാപ്പാനോട് എന്ന് പറയണം, നിങ്ങളെയും നിങ്ങളെ ഈ നാട്ടുകാരെയും ഞാൻ നിങ്ങൾ എല്ലാ അർത്ഥത്തിലും പിഴച്ചവരായിട്ടാണ് ഞാൻ കാണുന്നത്. എന്ത് മണ്ടത്തരാണ് നിങ്ങൾ ഈ ചെയ്യുന്നത്? ഈ ചെത്തിക്കൂർപ്പിച്ചുണ്ടാക്കിയ നിങ്ങളുടെ കരവിരുതിൽ രൂപപ്പെട്ട ഈ വിഗ്രഹങ്ങളെ പടച്ചോനാക്കി ആരാധിക്കുകയാണോ നിങ്ങൾ? എന്തു മണ്ടത്തരമാണിത് എന്ന് ചോദിച്ചുകൊണ്ട് അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നു. അതിന് പകരമായി അള്ളാഹു ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബിക്ക് കൊടുത്തത് എന്താണെന്നറിയോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം വളരെ ചെറുപ്പത്തിൽ തന്നെ വാപ്പയുടെ അടുത്ത് ഇടപെട്ടുകൊണ്ട് ഇടപെട്ടുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചതിന്റെ ഫലമായി ഇബ്രാഹിം നബിക്ക് അല്ലാഹു കനിഞ്ഞേകിയ ഒരു വലിയ മഹാഭാഗ്യമാണ്. ആകാശഭൂമികളുടെ ദൃശ്യ അത്ഭുതങ്ങൾ മൊത്തം ഒന്നങ്ങ് കാണിച്ചു കൊടുത്തു അല്ലാഹു. അതിനെ തുടർന്ന് وكذلك نري إبراهيم ملكوت السماوات والأرض. ആകാശഭൂമികളുടെ രഹസ്യങ്ങള് ബഹുമാനപ്പെട്ട നബി അലൈഹിസ്സലാമിന് നമ്മൾ കാണിച്ചു കൊടുക്കുന്നു. എന്തിനാണത്? വലിയകൂന മിനൽ മൂഖിനീൻ, വലിയകൂന മൂഖിനീൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദൃഢവിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ വേണ്ടി നമ്മൾ അങ്ങനെ ചെയ്തു കൊടുത്തത്. ആദ്യം ഇസ്ലാമിന് മലക്കൂത്തു സമാവാത്ത് വൽ അർള് കാണിച്ചു കൊടുത്തത് എന്തിനാ? ഇത്രയും നല്ല യുക്തിഭദ്രമായ ദഅവ നടത്തിയതിനൊരു ഗിഫ്റ്റായിട്ട് കൊടുത്തതാണ്. ആകാശഭൂമികളുടെ ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാന്ന് പറഞ്ഞു അല്ലാഹു. കാണിച്ചു കൊടുത്തു. അതിനുവേണ്ടി മാത്രമല്ല, വലിയ കൂനമിനൽ മൂഖിനീൻ. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം നേരത്തെ വിശ്വാസമുള്ള കാര്യം ഒന്നും കൂടെ അങ്ങോട്ട് തറവാകണം. അതിനുവേണ്ടിയും കൂടെയാണ് വലിയ കൂനമിനൽ മൂഖിനീൻ. ശുദ്ധ ഖുർആനിൽ അല്ലാഹു എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നു. അങ്ങനെ ബഹുമാനപ്പെട്ടവര് ഫലമ്മാ ജന്ന അലൈഹിൽ ലൈലു, രാത്രി മറഞ്ഞപ്പോൾ ഈ വലിയ അത്ഭുതങ്ങളൊക്കെ കണ്ടു. ലോക ദൃശ്യം ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം ലോകത്തിന്റെ ഒരു ഭാഗം നമ്മൾ ഇവിടെ നിന്ന് അമേരിക്ക കാണുന്നത് പോലെ, ഞാൻ മനസ്സിലാകാൻ വേണ്ടി പറയാണ്, അതുപോലെ എന്ന് കരുതരുത്. നമ്മൾ ഇവിടെ നിന്നിട്ട് ഇപ്പൊ അമേരിക്ക സ്ക്രീനിലൂടെ കാണാറുണ്ട്. അമേരിക്കയിലെ വൈറ്റ് ഹൗസ് നമ്മൾ ഇവിടെ ഇരുന്നിട്ട് കാണാറുണ്ട്. അതുപോലെ എന്നല്ല കൃത്യമായി പറയുന്നത്.
എന്നാലും ഭൂമിയിൽ ഒരിടത്ത് നിന്ന് നോക്കിയിട്ട് അള്ളാഹു പ്രപഞ്ചത്തിന്റെ ഒരു ചിത്രീകരണം, ഗോളങ്ങൾ കറങ്ങുന്ന ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബിക്ക് കാണിക്കുകയാണ്. ആരാണ് അന്തം വിടാതിരിക്കുക? നമുക്കിതിനെപ്പറ്റി ഒരു ചുക്കും അറിയാത്തത് കൊണ്ടല്ലേ, നമുക്കിതേക്കുറിച്ചൊരു ചുക്കും അറിയാത്തത് കൊണ്ടല്ലേ നമ്മൾ അന്തം വിടാത്തത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അതേക്കുറിച്ച് ആലോചിച്ചവരൊക്കെ നാലപ്പാടിന്റെ കവിതയിൽ കാണാം, അദ്ദേഹം പറഞ്ഞതായി കാണാം. എന്ത്? അനന്തമജ്ഞാതമവർണ്ണനീയം, ഈ ഗോളലോകം തിരിയുന്ന മാർഗം എന്ത്? ആകാശങ്ങളെയും ഭൂമിയെയും പടച്ച റബ്ബ്. 7 ആകാശങ്ങളുണ്ട്. ഈ 7 ആകാശങ്ങളെ കുറിച്ച് പറയുമ്പോ ഇന്നത്തെ ഭൗതിക ശാസ്ത്രം പറയുന്നത് 7 ആകാശങ്ങൾ എന്നത് ശരിയല്ല എന്നാണ്. അങ്ങനെയൊന്നുമില്ല, ഒരാകാശം അതെന്നെന്താന്നൊരു പിടുത്തം കിട്ടിയിട്ടില്ല. പിന്നെങ്ങനെ പറയാൻ പറ്റുമോ 7 ആകാശമില്ല? പിടുത്തം കിട്ടിയിട്ടില്ല എന്നൊപ്പം പറയാൻ പാടില്ല. അത് പറഞ്ഞോടുകൂടെ പിന്നെ ഇത് പറയാൻ അവകാശമല്ല എന്നാ നമ്മൾ പറയുന്നത്. ഒരു 4 കൊല്ലം മുമ്പ് ദ ഹിന്ദു പത്രത്തിൽ ഒരു റിപ്പോർട്ട് വന്നിരുന്നു. എന്താണ്? വാനലോകത്തെ പറ്റിയുള്ള പഠനം ആകെ നടന്നത് 3% മാത്രമേ നടന്നിട്ടുള്ളൂ. 3% മാത്രമേ നടന്നിട്ടുള്ളൂ. 3% മാത്രമേ പഠനം നടന്നിട്ടുള്ളൂ. 27 ബാക്കി കിടക്കുകയാണോ? 97% വാനലോകത്തെ പറ്റി ഇപ്പോഴും ശാസ്ത്രത്തിന് പഠിക്കാൻ പറ്റിയിട്ടില്ല. അത് അനന്തമാണ്, അജ്ഞാതമാണ്, അവർണ്ണനീയമാണ്, നാലപ്പാട് പറഞ്ഞതുപോലെ ഇപ്പോഴും. എന്നിട്ട് അതിനെപ്പറ്റി ഒന്നും അറിയാതെ 3% മാത്രം ഒരു വിഷയത്തെ കുറിച്ച് പഠിച്ച് ഇനി അപ്പുറത്തേക്ക് ലോകമില്ല എന്ന് പറയാൻ പറ്റുമോ? നമ്മൾ ഇതിനനുസരിച്ച് നമ്മൾ തുള്ളിക്കൊടുത്താൽ അടുത്ത കൊല്ലം ഇവർ പറയും ഇല്ലടാ 2ാമത്തെ ഒരു ആകാശം ഉണ്ട്. പിന്നെ കുറെ കഴിയുമ്പോൾ പറയും 3ാമത്തെ ഒരു ആകാശം കണ്ടെത്തിനാണ്. ഇവർക്കിത് പറയാൻ പ്രയാസമൊന്നുമില്ല. കാരണം ശാസ്ത്രം എന്ന് പറയുന്നത് അതത് കാലഘട്ടത്തിലെ നിഗമനങ്ങളാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, മനുഷ്യക്കുഞ്ഞ് ജനിക്കുന്നത് എവിടെ നിന്നാണ്? ആർത്തവരക്തം കട്ട പിടിച്ചിട്ടാണ് എന്ന് ഖുർആൻ ഇറങ്ങിയിട്ട് പിന്നെയും 1000 കൊല്ലം ഇവിടെ പഠിപ്പിച്ചിട്ടില്ലേ? പിന്നെയല്ലേ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഇപ്പൊ 3-4 നൂറ്റാണ്ടായിട്ടുള്ളൂ മനുഷ്യൻ പുരുഷ ബീജാണെന്ന് കണ്ടെത്തിയിട്ടുള്ളൂ. അതുവരെ വിശ്വസിച്ചിരുന്നത് ഉമ്മയുടെ ആർത്തവരക്തം കട്ട പിടിച്ചിട്ടാ കുട്ടി ഉണ്ടാകുന്നത്. അരിസ്റ്റോട്ടലിന്റെ സിദ്ധാന്തമായിരുന്നു. ഓരോ കാലഘട്ടത്തിലും ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തുന്ന നിഗമനങ്ങൾ, അത് തെറ്റുണ്ടാവും ശരിയുണ്ടാവും. തെറ്റിയാൽ അതിന്റെ നേര് പിടുത്തം കിട്ടുമ്പോൾ അവർ തിരുത്തും, അവർക്ക് പ്രയാസമൊന്നുമില്ല. പക്ഷെ നമുക്കതുപോലെ തിരുത്താൻ പറ്റൂല. എന്തുകൊണ്ട്? വിശുദ്ധ ഖുർആൻ തിരുത്തപ്പെടേണ്ട ഗ്രന്ഥമല്ല. അതുകൊണ്ട് എന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനില് 7 ആകാശങ്ങളെ പടച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 7 ആകാശം തന്നെയാ. തട്ടായിട്ട് 7 ആകാശം. എന്നിട്ട് ശാസ്ത്രം ഇങ്ങനെ പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ചെരുപ്പിനൊപ്പിച്ച് കാല് മുറിക്കാൻ വരിക. പറ്റൂല. കാലിനനുസരിച്ച് ചെരുപ്പ് മുറിക്കണം. ചെരുപ്പിനനുസരിച്ച് കാല് മുറിക്കരുത്. അതപ്പോ ചെയ്യുന്നത് ശാസ്ത്രത്തിനനുസരിച്ച് ഖുർആനെ മുറിക്കാൻ നിൽക്കരുത്. നമ്മളെ കൂട്ടത്തിലുള്ള ചില ചിന്തകരും എഴുത്തുകാരും അങ്ങനെ ചെയ്തിട്ടുണ്ട്. 7 ആകാശമല്ല എന്ന് ശാസ്ത്രം പറയുന്നു. ശരിയായിരിക്കാം. ത്രിബാക്ക എന്ന് പറഞ്ഞാൽ അട്ടിയായിട്ട് എന്ന് പറഞ്ഞാൽ അത് ഉള്ളിപ്പാട പോലെയുള്ള ചെറിയ പാടകളെ കുറിച്ചായിരിക്കും ത്രിബാക്ക എന്ന് പറഞ്ഞപ്പോ പറഞ്ഞത് എന്താണെന്നറിയോ? ബൈന കുല്ലി സമാഇൻ 500 ആം. സ്വഹീഹായ ഹദീസിൽ കാണാം 7 ആകാശങ്ങളുണ്ട്. ബൈന കുല്ലി സമാഇൻ 500 ആം. ഓരോ ആകാശത്തിന്റെയും ഇടയിലുള്ള ഗ്യാപ്പ് 500 കൊല്ലത്തെ വൈദൂരമാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി. സഹോദരാ, നമ്മൾ ഈ കാണുന്ന 1-ാം ആകാശം എത്രയാ ഉള്ളത് എന്ന് അല്ലാഹുവിനറിയാം. അവിടുന്ന് ഇതുപോലെ ഒരു ഗ്യാപ്പ് 2-ാം ആകാശത്തിന്റെ ഇടയിലുണ്ട്. ആ ഗ്യാപ്പിന്റെ വലിപ്പം ലളിതങ്ങൾ പറയാണ് 500 കൊല്ലത്തെ വൈദൂരമുണ്ട്. അവിടുന്ന് വീണ്ടും 500 കൊല്ലം സഞ്ചരിക്കണം. അവിടുന്ന് പിന്നെയും 500 കൊല്ലം സഞ്ചരിക്കണം. അങ്ങനെ പോകണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങ് പോകുമ്പോഴേക്ക് 7 ആകാശം അങ്ങെത്തുമ്പോഴേക്ക് എത്ര കൊല്ലത്തെ വൈദൂരമാണ് വരുന്നത് ഞാൻ പറയുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. എന്ത്? അപ്പൊ വജ്ജഹത്ത് ഓതുമ്പോഴും ഇത് മനസ്സിലാക്കിയിട്ട് നമ്മൾ ആയത്തുൽ കുർസി ഓതുമ്പോഴും നമ്മളെ ഈമാൻ ഇങ്ങനെ കൂടും. പടച്ചോനെ, എത്ര വലിയ സംഭവമാണ്. എന്തേ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി ഇത് കണ്ടപ്പം വജ്ജഹത്ത് ഓതാൻ കാരണം എന്നൊക്കെ അങ്ങ് തിരിയും. കാരണം
ഇങ്ങനെ 7 ആകാശങ്ങൾ തട്ടായി ഉണ്ടെങ്കിൽ ആ ആകാശവും ഭൂമിയും അടങ്ങിയ ലോകത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്ക്. അതിന്റെ വൈപുല്യം എത്രയായിരിക്കും? അവിടെയാണല്ലോ പറയുന്നത് വസിഅ കുർസിയുഹു സമാവാതി വൽ അർദ്. പടച്ച റബ്ബിന്റെ അധികാരം ഒരു വാർഡിൽ ഒതുങ്ങുന്ന അധികാരമല്ല, ഒരു പഞ്ചായത്തിൽ ഒതുങ്ങുന്ന അധികാരമല്ല, ഒരു സ്റ്റേറ്റിൽ ഒതുങ്ങുന്ന, ജില്ലയിൽ ഒതുങ്ങുന്ന, സ്റ്റേറ്റിൽ ഒതുങ്ങുന്ന, ഒരു രാഷ്ട്രത്തിൽ ഒതുങ്ങുന്ന അധികാരമല്ല, കരയിലും കടലിലും ഒതുങ്ങുന്ന അധികാരമല്ല. 7 ആകാശങ്ങൾ ഉൾപ്പെടെ ഈ പ്രപഞ്ചം മുഴുവനും വലയം ചെയ്തു നിൽക്കുന്നതാണ് അള്ളാഹുവിന്റെ അധികാരം. അപ്പൊ പടച്ചോൻ എന്ന സർവാധിരാജനായ റബ്ബിന്റെ സർവാധിപത്യം എത്ര വലുതായിരിക്കും. എന്നിട്ടത് പറഞ്ഞിട്ട് പറയാ, ഓ ചിന്തിക്കുമ്പോഴേക്ക് തലകറങ്ങുന്നു. ഏത് ഈ മുകളിലെ ലോകവും അടിയിലെ ലോകവും കൂടെ ആലോചിക്കുന്നു. എന്നിട്ട് ഇത്രയും വലിയ ലോകത്ത് വേണ്ടതൊക്കെ ചെയ്യാൻ, അത് മുഴുവനും സംരക്ഷിക്കാൻ പടച്ചോന് കഴിയോ? ഇതെല്ലാം പാടെ നമ്മളൊരു ഏറ്റെടുത്തിട്ട് അത് മര്യാദ കൊണ്ടിറക്കാൻ കഴിയുന്നില്ല. ഒരു വാർഡിന്റെ ഉത്തരവാദിത്തം മര്യാദക്ക് നിർവഹിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് ഹിഫ്ള് ചെയ്യുന്നത്? അല്ലാഹു പറഞ്ഞു വലായ ഉദ്ഹു ഹിഫ്ളുഹുമാ. ഇത്രയും വലിയ 2 ലോകങ്ങളെ, ഉപരിതലത്തെയും മുകളിലുള്ള ലോകത്തെയും താഴെയുള്ള ലോകത്തെയും നിയന്ത്രിക്കാൻ അള്ളാഹുവിന് അതൊരു പ്രയാസമുള്ള പണിയേ അല്ല. വലായ ഉദ്ഹു, അവന് ഭാരമല്ല. ഹിഫ്ളുഹുമാ, ഈ മഹാപ്രപഞ്ചത്തെ രണ്ടും ഇത് സംരക്ഷിക്കുക എന്ന് പറഞ്ഞത് അള്ളാഹുവിനൊരു പ്രയാസമുള്ള കാര്യമേ അല്ല. എന്താ കാരണം? വഹുവൽ അലിയുൽ അദീം, അവൻ മഹാനാണ്, അവൻ ഉന്നതനാണ്, അവനെ തോൽപ്പിക്കാൻ ഒരാളുമില്ല. അപ്പോഴാണ് വജ്ജഹ്തു ആയത്തുൽ കുർസിയായിട്ട് ഓതിയാൽ ആയത്തുൽ കുർസി ആവുന്നത് എന്നതുപോലെയാണ് വജ്ജഹ്തുവിന്റെ കഥ. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്തറസ് സമാവാതി വൽ അർദ്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഈ ആകാശ ലോകങ്ങളുടെ മൊത്തം അവസ്ഥ, ആകാശഭൂമികളുടെ അവസ്ഥകൾ അങ്ങ് കാണിച്ചു കൊടുത്തപ്പോൾ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഓതിയതാണ്. അതിന്റെ ഇടയിൽ അവരെ മുട്ടിച്ചിട്ടുണ്ട്. ഫലമ്മാ ജന്ന അലൈഹിൽ ലൈലു റആ കൗകബാ. അതെ, നക്ഷത്രത്തെ കണ്ടപ്പോൾ ബഹുമാനപ്പെട്ടവർ പറയാണ്, രാത്രിയാകുമ്പോ നക്ഷത്രം വന്നപ്പോ പറഞ്ഞു, ഹാദാ റബ്ബീ, ഇതെന്റെ റബ്ബാണ്. എന്തിന്? ഇവരെ മുട്ടിക്കാൻ വേണ്ടി. ഹാദാ റബ്ബി, ഇതെന്റെ റബ്ബാണ് പറഞ്ഞതല്ല. ഇതാണ് അള്ളാഹു എന്ന് പറഞ്ഞിട്ടില്ല. ഇതാണ് എന്റെ റബ്ബ് എന്ന് പറഞ്ഞു. ഇവർ വിശ്വസിക്കുന്നത് മൗഢ്യമാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി, അതിനുവേണ്ടി ചെയ്തതാണ്. ഏതുപോലെ മങ്ങാട്ടച്ഛനും കുഞ്ഞായി മുസ്ലിയാരും കഥയറിയാത്തവരാരും ഉണ്ടാവില്ല. പഴയകാലത്ത് ഏറ്റവും ചൂടുള്ള ഒരു കഥയായിരുന്നു കാരണവന്മാർക്കിടയിൽ, അല്ലേ? ആ മങ്ങാട്ടച്ഛനും കുഞ്ഞായി മുസ്ലിയാരും ഇങ്ങനെ പോകുമ്പോ നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. ഏത് മങ്ങാട്ടച്ഛൻ ആരാധിക്കുന്ന വിഗ്രഹം ശരിയല്ല എന്ന് വരുത്താൻ വേണ്ടിയിട്ട്, അത് ഇതിനാരാധിക്കുന്നത് യുക്തിരഹിതമാണ് എന്ന് വരുത്താൻ വേണ്ടിയിട്ട് കുഞ്ഞായി മുസ്ലിയാര് ചെറിയൊരു കളി കളിച്ച ഒരു തമാശ. അത് അവർ തമ്മിലുള്ള സൗഹൃദത്തിന്റെ പേരിൽ നടത്തിയത്. അതിന്റെ പേരിൽ ഒരാളുടെ തലയും ഭൂമിയിൽ ഉരുണ്ടിട്ടില്ല. പ്രത്യേകം ഓർക്കണം, അത് സൗഹൃദമായിരുന്നു, തമാശയിലാ നടന്നത്. അതിന്റെ പേരിൽ ഒരാളുടെ തലയും ഭൂമിയിൽ ഉരുണ്ടിട്ടില്ല. ഇത് ഞാൻ എങ്ങനെ തന്നെ പറയാൻ കാരണം, ഇന്ന് കാര്യമറിയാതെ, കഥയറിയാതെ പലരും എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വലിയ അപകടങ്ങൾ വരുത്തിവെച്ച് ഈ നാട്ടിൽ ജീവിക്കുന്നതിന്റെ സ്വസ്ഥത നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇസ്ലാമിന്റെ പേരിലായാലും ഇസ്ലാമിന്റെ പുറത്തു നിന്നായാലും രണ്ടും രാജ്യത്തിന് ഭീഷണിയാണ്, ഉണ്ടാവാൻ പാടില്ല. ഇപ്പൊ നോക്കൂ നിങ്ങൾ, ഖത്തറിൽ ഒരുത്തൻ അള്ളാഹുവിനെ കുറിച്ചും റസൂലിനെ പറ്റിയും വളരെ മോശമായ ഭാഷയിൽ സംസാരിച്ചു. എവിടെയാ ഉള്ളത് എന്ന് തെരഞ്ഞെടുത്തിട്ട് കുറച്ച് ചെറുപ്പക്കാർ പോയിട്ട് കൈകാര്യം ചെയ്യും. ഇപ്പൊ ഖത്തർ പോലീസ് തീരുമാനം എടുത്തിരിക്കുന്നത് 2 കൂട്ടരെ ഒരുപോലെ സൂക്ഷിക്കുന്ന. ആ സാധുക്കൾ കുടുങ്ങിയില്ല. ഇത് പറഞ്ഞു കൊടുക്കുമ്പോ മനസ്സിലാകൂല, ഇപ്പുറത്ത് രക്തം തിളപ്പിക്കാൻ ആളുകളും. ഞാൻ പറയുന്നു, വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കണം. ഇസ്ലാമിൽ ഇതിലൊക്കെ വ്യക്തമായൊരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടിലൂടെ തന്നെ മുന്നോട്ട് പോകാവൂ. രാജ്യത്ത് നിയമം കയ്യിലെടുക്കാൻ ഒരുങ്ങിയാൽ, പ്രത്യേകിച്ച് നമ്മുടെ രാജ്യം പോലെയുള്ള ഒരു ബഹുസ്വര രാജ്യങ്ങളിൽ
നിയമം കയ്യിലെടുക്കാൻ നിന്നാൽ ഏത് രാജ്യത്തും നിയമപാലകരുണ്ടെങ്കിൽ അവരാണ് നിയമം കയ്യിലെടുക്കേണ്ടത്. അല്ലാതെ മനുഷ്യർ നിയമം കയ്യിലെടുത്ത് മോറൽ പോലീസിംഗ്, ഇത് രാജ്യത്തിന് അപകടമാണ്, രാജ്യത്തിന് അപകടമാണ്. കുറച്ചു മുമ്പ് ഉളുപ്പുകെട്ട ഒരു ചുംബന സമരം നടന്നു, അല്ലെ? കിസ് ഓഫ് ലവ്, സ്നേഹ ചുംബന സമരം നടന്നു. ഒരു കൂട്ടര് ചുംബിക്കാം, വേറെ ഒരു കൂട്ടര് സമരക്കാർക്കെതിരെ പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് വേറെ ഒരു കൂട്ടര് ആക്രമിക്കാൻ വേണ്ടി പോകുന്നു. ഞാൻ പറയുന്ന ഇത് രണ്ടും ഇസ്ലാമിക വീക്ഷണത്തിൽ തിന്മയെ തടയണ്ടേ എന്ന് ചോദിക്കുന്നവരുണ്ടാകും. സഹോദരങ്ങളെ, ഇത് ശരിയല്ല. ചെറിയ കാര്യത്തിന് വേണ്ടി ഇന്ന് പ്രശ്നങ്ങൾ ഊതി വീർപ്പിക്കുകയാണ്. ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. നിയമം കയ്യിലെടുത്തതിന്റെ പേരിൽ ഈ ചെറുപ്പക്കാരെ ഒന്നും വിടൂല എന്നാണ് ഖത്തർ പോലീസ് പറഞ്ഞിരിക്കുന്നത്. എന്നാലോ അള്ളാഹുവിനെയും റസൂലിനെയും അവഗണിച്ചു, പരിഹസിച്ചു എന്നത് ശരിയാണെങ്കിൽ ഇവനും കൃത്യമായിട്ട് ശിക്ഷ കൊടുക്കും. ഏൽപ്പിച്ചാൽ ആ കാര്യം എവിടെ നടക്കുമായിരുന്നു? ആ കാര്യം എവിടെ നടക്കുമായിരുന്നു? ഇനി ഇവരുടെ വാപ്പാർക്കും ഇവരുടെ ഉമ്മാർക്കും ഇവരെ കുട്ടികൾക്കും ഭാര്യമാർക്കും ഒന്നും ഇവരെ കാണണ്ടേ? വില നൽകേണ്ടി വരും, കനത്ത വില നൽകേണ്ടി വരും. ബോധമില്ലാത്ത ഓരോ കാര്യത്തിൽ ഏർപ്പെട്ടാൽ അതിന് ബഹുമാനം വകവെച്ചില്ല. അവിടെ അത് ഇലാഹാണ് എന്നുള്ള വിശ്വാസമില്ല. ഈ ആളെ പറ്റിക്കാൻ വേണ്ടി ചെയ്തു എന്നുള്ളൂ, തമാശയായിട്ട് ചെയ്തതാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നതുപോലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയാണ്, ഏത് നക്ഷത്രത്തെ കണ്ടപ്പോ പറഞ്ഞു ഹാദാ റബ്ബി, ഇതെന്റെ റബ്ബാൻ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ ആ നക്ഷത്രത്തെ കാണാനില്ല. ഫലമാ ഫലം. അപ്പൊ മഹാനവറുകൾ പറഞ്ഞു ലാ ഉഹിബ്ബുൽ ആഫിലീൻ, അതെന്റെ റബ്ബാകാൻ പറ്റൂല. കാരണം എന്റെ റബ്ബ് എപ്പോഴും പ്രസന്റ് ആയിരിക്കണം, ആബ്സെന്റ് ആയി പോകുന്നവരെ എനിക്ക് ഇഷ്ടമല്ല. കാണാനില്ലാതെയായി പോകരുത് എന്റെ റബ്ബ്, അതെപ്പോഴും ഹാജറുള്ളവനായിരിക്കണം. ഒരിക്കൽ പിടുത്തം കിട്ടി പിന്നെ കിട്ടാതിരിക്കരുത്. കുറച്ചു കഴിഞ്ഞപ്പോ ചന്ദ്രനെ കണ്ടു. ചന്ദ്രനെ കണ്ടപ്പോ പറഞ്ഞു ഹാദാ റബ്ബി, ഇതാണ് എന്റെ റബ്ബ്. കുറച്ചും കൂടെ വലിപ്പമുണ്ട്, ഇതാണ് എന്റെ റബ്ബ്. അതും കുറച്ചു കഴിഞ്ഞപ്പോ അസ്തമിച്ചു. അവിടുന്ന് പറഞ്ഞു ലഇല്ലം യഹ്ദിനി റബ്ബി ലകൂനന്ന മിനൽ ഖൗമിൽ ളാലിമീൻ, എന്റെ റബ്ബ് എനിക്കൊരു വഴി കാണിച്ചു തന്നില്ലെങ്കിൽ ഞാൻ പിഴച്ച ഈ നാട്ടുകാരുടെ കൂട്ടത്തിൽ ഞാനും പെട്ടുപോകും. എന്റെ റബ്ബിനെ കണ്ടെത്തണം. അതാ വീണ്ടും സൂര്യനെ കണ്ടു. സൂര്യൻ ഉദിച്ചു പൊങ്ങുന്നത്. പിറ്റേന്ന് നേരം വെളുത്തപ്പോ സൂര്യൻ ഉദിച്ചു പൊങ്ങിയപ്പോ പറഞ്ഞു ഹാദാ റബ്ബി ഹാദാ അക്ബർ, ഇതാണ് എന്റെ റബ്ബ്, ഇത് കുറച്ചും കൂടെ വലുപ്പമുണ്ട്, ഏറ്റവും വലുത് ഇതാണ്, ഇതായിരിക്കുന്നു പറഞ്ഞു. ഫലമ്മാ ഫലത്, അതും അങ്ങ് അസ്തമിച്ചപ്പം ഖാല, ഇബ്രാഹിം നബി പറഞ്ഞു ഇന്നീ ബരീഉം മിമ്മാ തുശ്രികൂൻ, നിങ്ങളുടെ ഈ ശിർക്കൻ നിലപാടുകളെ തൊട്ടൊക്കെ ഞാൻ മുക്തനാണ്, എന്നെ ഈ വേണ്ടാത്തരത്തിന് കിട്ടൂല. ഇത് ഇവർക്ക് ശരിക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട്, സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി ഖൗമിന് അവരുടെ മണ്ടത്തരം മനസ്സിലാക്കി കൊടുക്കുകയായിരുന്നു. അതൊക്കെ അങ്ങനെ ഇറങ്ങി 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 മനസ്സിലാക്കി കൊടുത്തിട്ട് പറഞ്ഞു ഇത് മുഴുവനും തെറ്റാ മക്കളെ. ഇന്നി വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ വമാ അന മിനൽ മുശ്രികീൻ എന്നോതി. ഖുർആനിൽ ഹനീഫൻ മുസ്ലിമൻ ഉണ്ടാവില്ല, ഹനീഫൻ ഒമാന മിനൽ മുശ്രിക്കീൻ എന്നാണ് ഇബ്രാഹിം നബി ഓതിയ വജ്ജഹ്തുലുള്ള. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് വജ്ജഹ്തു ഓതാൻ പറഞ്ഞപ്പോ ഹനീഫൻ മുസ്ലിമൻ എന്നും കൂടെ കൂട്ടാൻ പറഞ്ഞു. സ്ട്രോങ്ങിന് അങ്ങനെയാണ് നമ്മൾ ഓതി വരുന്നത്. അതാവട്ടെ, അതില്ലെങ്കിലും ആശയം പൂർണ്ണമാണ്. എന്ത് വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ. അപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇങ്ങനെ പറയാൻ കാരണം എന്താ? ആകാശഭൂമികള് ഇതിന്റെ നിയന്ത്രണം മുഴുവനും പടച്ച റബ്ബിന്റെ നിയന്ത്രണത്തിലാണെന്നും അത് മുഴുവനും ഭൂമിയിൽ ഒരിടത്ത് വെച്ച് കാണുകയും ചെയ്തപ്പോ ഇബ്രാഹിം നബി തന്നെ മുഴുവനും റബ്ബിന് വേണ്ടി അങ്ങ് സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് ചൊല്ലിയതാണ് വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർദ്. ഈ കാണുന്ന മഹാപ്രപഞ്ചങ്ങളെയൊക്കെ സൃഷ്ടിച്ചൊരുക്കിയ അവനല്ലാതെ മറ്റാർക്കാണ് ഞാൻ എന്നെ സമർപ്പിക്കുക? ഞാൻ എന്നെ സമർപ്പിച്ചത് അവർക്ക് തന്നെ, അവന് തന്നെയാണ്. എത്ര ഭംഗിയുള്ള വാചകമാണ് അത്. കണ്ണ് കണ്ടാ പിന്നെ അങ്ങനെ പറയൂലേ. എന്നാൽ ഈ ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കണ്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം കണ്ടിരിക്കുന്ന ആകാശഭൂമികള്, പ്രപഞ്ചത്തിന്റെ സിസ്റ്റം, ഈ പ്രപഞ്ച സിസ്റ്റം ബഹുമാനപ്പെട്ട മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും കണ്ടിട്ടുണ്ട്. മുത്തുനബി കണ്ടത് എങ്ങനെയാ? ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് അള്ളാഹ് കാണിച്ചു കൊടുത്തത്, നിങ്ങൾ ഭൂമിയിൽ നിന്ന് നല്ല സൗകര്യമുള്ള ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ നോക്കാൻ പറഞ്ഞു.
മുകളിലേക്ക് ഇങ്ങനെ നോക്കിയപ്പോ മൊത്തം ഈ പ്രപഞ്ചത്തിന്റെ പ്രപഞ്ചത്തിന്റെ ഒരു ചിത്രം ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബിക്ക് അല്ലാഹു കാണിച്ചു കൊടുത്തു. ഖലീലുല്ലാഹി ഇബ്രാഹിം നബിക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കോ ഇവിടെ നിന്ന് നോക്കൂ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കല്ല ചെയ്തത്. ഓരോ മുക്കിലും മൂലയിലും കൊണ്ടുപോയി നേരിട്ട് അത് കാണിച്ചു കൊടുക്കുകയായിരുന്നു. അതിന് സാക്ഷിയായ മാസത്തിലാ നമ്മളുള്ളത്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുവേ, റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് ബർക്കത്ത് നൽകണേ അല്ലാഹ്. റമളാൻ മാസത്തെ ഞങ്ങളിലേക്ക് എത്തിച്ചു തരണേ അല്ലാഹ്. സഹോദരാ, നമ്മളിപ്പോ ജീവിക്കുന്ന ഈ റജബ് മാസം 27-നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു 7 ആകാശങ്ങളും കാണിച്ചു കൊടുത്തത്. എന്നിട്ട് അല്ലാഹനെയും കണ്ടു. അതല്ലേ സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ എന്ന് പറഞ്ഞ ഇസ്രാഇന്റെ ആയത്ത്, ഇസ്രാ മിഅ്റാജിന്റെ ആയത്ത്, മിഅ്റാജിന്റെ സംഭവം സൂറത്തുൻ നജ്മിലാ ഉള്ളത്. ഇതിലും അത് ഉൾക്കൊണ്ടിട്ടുണ്ട്. സൂറത്തുൻ നജ്മിലാണ് അതിന്റെ ചിത്രങ്ങളൊക്കെ അല്ലാഹ് പറഞ്ഞത്. ഏതാവട്ടെ ഈ ഇസ്രാഇന്റെ ആയത്തിൽ അല്ലാഹു എത്ര അത്ഭുതത്തോടെയാണ് പറഞ്ഞത്. സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു. നമ്മൾ എന്ത് ചെയ്തു? മക്കയിൽ നിന്ന് 1.5 മാസക്കാലം വാഹനപ്പുറത്തിരുന്ന് സഞ്ചരിച്ചു പോകേണ്ട ആ സ്ഥലത്തേക്ക് രാത്രിയുടെ ചെറിയ ഒരു സമയം കൊണ്ട് എന്റെ ഹബീബിനെ ഞാൻ ഇസ്രാ നടത്തിച്ചു, രാപലായനം ചെയ്യിപ്പിച്ചു. ആരാ പറയുന്നത്? അല്ലാഹു പറയാണ്. എന്തേ അങ്ങനെ കൊണ്ടുപോകാൻ കാരണം? ബൈത്തുൽ മുഖദ്ദസിലേക്ക് കൊണ്ടുപോകാൻ കാരണം, ബൈത്തുൽ മുഖദ്ദസിന്റെ ചുറ്റും നാം ബറക്കത്ത് ചൊരിഞ്ഞിട്ടുണ്ട്. അവിടെ ഒരുപാട് മഹാന്മാരുടെ മഖ്ബറകളുണ്ട്. അതാണ് അവിടുത്തെ ബറക്കത്തെന്ന് ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം. ഇതൊക്കെ അഭിപ്രായ വ്യത്യാസമുള്ളവരുണ്ടാവും. ബൈത്തുൽ മുഖദ്ദസിലേക്ക് കൊണ്ടുപോയത് അവിടെ മഹാന്മാരുടെ മഖ്ബറയുണ്ട്, അവിടെ നല്ല പച്ചപ്പുകൾ ഉണ്ടായിരുന്നു. പ്രകൃതി രമണീയത കാണിച്ചു കൊടുക്കാനാണ് ബൈത്തുൽ മുഖദ്ദസിലേക്ക് കൊണ്ടുപോയതെന്ന് സാധാരണ പ്രസംഗിക്കാറുണ്ട്. അല്ലേ? വിദേഹത്തുകാർ സാധാരണ പ്രസംഗിക്കാറുണ്ട്. വിദേഹത്തുകാർ സാധാരണ പറയുന്ന ഒരു വാക്കാണ്. അബുദാബിയിൽ നിന്നൊരിക്കല് ഒരു വിദേഹത്തുകാരൻ ഇതിങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ ആ സദസ്സിലുണ്ടായിരുന്നു നമ്മുടെ ഡോക്ടർ അബ്ദുസലാം, കൊച്ചിയിലെ ഡോക്ടർ അബ്ദുസലാം, പഴയ ISRO ശാസ്ത്രജ്ഞൻ. അദ്ദേഹം ആ സദസ്സിലുണ്ടായിരുന്നു. അദ്ദേഹം ചോദിച്ചു, മൗലവി, അള്ളാഹു ബൈത്തുൽ മുഖദ്ദസിലേക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടുപോയത് അതിന്റെ ചുറ്റുമുള്ള ബറക്കത്ത് കാണിച്ചു കൊടുക്കാനാണെന്ന് പറഞ്ഞു. ആ ബറക്കത്ത് പ്രകൃതി രമണീയതയാണ്, പ്രകൃതി സൗന്ദര്യമാണ്, അതിന്റെ ചുറ്റുമുള്ള പച്ചപ്പ് കാണിക്കാനാണ് എന്ന് നിങ്ങൾ പറഞ്ഞു. അതിന് തന്നെയാണോ എന്ന് ചോദിച്ചു. ഓ, അങ്ങനെ തന്നെയാണല്ലോ സാറേ, വേറെ ഒന്നുമല്ല, മഹാന്മാരുടെ മക്ബറകളാണ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് ശരിയല്ല, മഹാന്മാരുടെ മക്ബറ കാണിക്കാനല്ല കൊണ്ടുപോയത്, പ്രകൃതി രമണീയത അത് കാണാൻ വേണ്ടിയാണ്. അപ്പോ സാറ് എഴുന്നേറ്റിട്ട് ചോദിച്ചത്രേ, എന്നാ പിന്നെ നല്ലൊരു ചോദ്യാട്ടോ, എന്നാ പിന്നെ അത് ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഈ കൊണ്ടുപോയത് പണ്ട് ഇസ്മായിൽ ഉസ്താദ്, നമ്മുടെ നെല്ലിക്കുത്ത് ഇസ്മായിൽ ഉസ്താദ് ഒരിക്കൽ ആ വിഷയം അങ്ങനെ പറഞ്ഞപ്പോ പറഞ്ഞു, പ്രകൃതി സൗന്ദര്യം കാണിക്കാനാണ് ബൈത്തുൽ മുഖദ്ദസിലേക്ക് കൊണ്ടുപോയതെങ്കിൽ ബൈത്തുൽ മുഖദ്ദസിന്റെ ചുറ്റും ഇത്ര വലിയ പ്രകൃതി സൗന്ദര്യം ഉണ്ടോ? അതിലേറെ എത്ര മട്ടുണ്ട് നമ്മളെ വയനാട് ചുരം. ഉസ്താദ് വെറുതെ തമാശ പറഞ്ഞതാണ്. അങ്ങോട്ട് കൊണ്ടുവന്നൂടായിരുന്നോ? എന്തിനാണ് ഈ കൊണ്ടുപോയത്? പ്രകൃതി സൗന്ദര്യം കാണിക്കാൻ അല്ല, മഹാന്മാരുടെ മക്ബറകളുണ്ട് അവിടെ. സാർ എഴുന്നേറ്റിട്ട് ചോദിച്ചു, അബ്ദുസലാം സാർ എഴുന്നേറ്റിട്ട് ചോദിച്ചു, എന്നാ പിന്നെ പ്രകൃതി സൗന്ദര്യം കാണിക്കാനാ കൊണ്ടുപോയതെങ്കിൽ മൗലവി അത് ഈ നട്ടപ്പാതിരക്കന്നെ കൊണ്ടുപോകേണ്ടിയിരുന്നു, ഒരു പട്ടാപകല് കൊണ്ടുപോയിക്കൂടായിരുന്നു എന്ന് ചോദിച്ചു. വല്ലാത്തൊരു ചോദ്യമാണ്, കുഴങ്ങിപ്പോകുന്ന ചോദ്യമാണ്. മൗലവി നിന്നങ്ങോട്ട് വിയർക്കാൻ തുടങ്ങി. പടച്ചോൻ എന്തിനിപ്പോ എന്താ മറുപടി പറയാം? കാരണം പ്രകൃതി സൗന്ദര്യം കാണിക്കാൻ നട്ടപ്പാതിരക്ക് കൊണ്ടുപോകണോ? പകല് കൊണ്ടുപോയാലേ അപ്പോഴല്ലേ ശരിക്കും കാണാൻ പറ്റുള്ളൂ. ഈ പാതിരാക്ക് പോയിട്ട് എന്താ പ്രകൃതി സൗന്ദര്യം കാണുന്നത് എന്ന് ചോദിച്ചു. ഇയാള് നിന്നങ്ങോട്ട് പറക്കാൻ തുടങ്ങി. എന്താ പറയേണ്ടത് എന്നറിയാതെ പകലാ നടന്നത് എന്ന് പറയാൻ പറ്റുമോ? വിടൂലല്ലോ. സുബ്ഹാനല്ലദീ അസ്റ,
അസ്ര എന്ന് പറഞ്ഞാൽ തന്നെ രാത്രി കൊണ്ടുപോയിന്ന. ഇനി അതൊക്കെ ഇനിയിപ്പോ രാത്രി എന്നുള്ള അർത്ഥം ഇപ്പം വെട്ടിക്കളഞ്ഞാൽ അസ്ര എന്ന് പറഞ്ഞാൽ സഞ്ചരിപ്പിച്ചു എന്നാണ് അർത്ഥം. രാത്രി ഒന്നും ഞങ്ങൾ സമ്മതിക്കൂല എന്ന് പറഞ്ഞാലും അപ്പോൾ ആകാശവും ആ ആകാശത്തൊക്കെ ഒരുപാട് അത്ഭുത വിഷയങ്ങളും നേരിട്ട് കണ്ണുകൊണ്ട് കണ്ട് തിരിച്ചു വരുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹി ലിനുരിയഹു മിൻ ആയാതിനാ, നമ്മുടെ മഹാത്ഭുതങ്ങൾ കാണിച്ചു കൊടുക്കാനാണ് കേട്ടോ നമ്മൾ കൊണ്ടുപോയത്. നമ്മുടെ മഹാത്ഭുതങ്ങൾ കാണിച്ചു കൊടുക്കണമെന്ന് കരുതിയാൽ നമ്മൾ കൊണ്ടുപോയത്. അള്ളാഹു പറയാണ് മുഹമ്മദ് നബിക്ക്. അപ്പൊ ഒരു ചോദ്യം, എന്തിനാ നീ ഇങ്ങനെ അത്ഭുതങ്ങൾ കാണിക്കാൻ കൊണ്ടുപോയത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലാത്ത എത്രയാള് നിന്നോട് ചോദിച്ചു, ഇബ്രാഹിം നബി നിന്നെ ഒന്ന് കാണിച്ചു തരുമോ എന്ന് ചോദിച്ചിട്ടില്ലേ? നീ ഇബ്രാഹിം നബിക്ക് നിന്നെ കാണിച്ചു കൊടുത്തില്ലല്ലോ. മൂസാ നബി നിന്നോട് കെഞ്ചിയില്ലേ, നിന്നെ ഒന്ന് കാണണം അല്ലാ എന്ന്? മൂസാ നബിയോട് നീ പറഞ്ഞത് ഇന്നകലം തറാനി, നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റൂല എന്നല്ലേ? ഇമാം റാസി ആ ആയത്ത് വിശദീകരിക്കുമ്പോൾ പറയുന്നുണ്ട്, മൂസനബിനെ പറ്റി പറയുന്ന ആ സ്ഥലത്തെ ഇന്നക്കലം തറാനി, മൂസനബി അള്ളഹാനോട് പറയാ, പഠിച്ചോനെ എനിക്ക് എന്നെ ഒന്ന് കാണണം. അപ്പൊ അള്ളാഹ് പറഞ്ഞു ഇന്നക്കലം തറാനി, മൂസനബി എന്നെ കാണുക എന്നുള്ളത് കഴിയൂലട്ടോ, നിങ്ങൾക്ക് കഴിയൂലട്ടോ. ഇന്നക്കലം തറാനി, തീർച്ചയായിട്ടും നിങ്ങൾക്ക് കഴിയൂല. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇമാം റാസി പറയാ, ഇന്നി ലനുറ എന്നാണ് പറഞ്ഞതെങ്കിൽ ലോകത്തൊരാൾക്കും കാണാൻ കഴിയൂലായിരുന്നു. എന്നെ കാണപ്പെടൂല എന്നല്ല അള്ളാഹ് പറഞ്ഞത്, എന്നെ കാണാൻ പറ്റൂല എന്നല്ല പറഞ്ഞത്, തറാനി, നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റൂല. അപ്പൊ കാണാൻ പറ്റുന്ന ഒരു ആൺകുട്ടി വരാൻ പോകുന്നുണ്ട് എന്ന് അതിന് സൂചനയുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അത് മുത്തുനബിയാണ്. മുത്തുനബി അല്ലാഹ് വിളിച്ചു കൊണ്ടുപോയി. ഈ വാശി വരൂല എന്ന് പറഞ്ഞാൽ പിന്നെയും വാശി പിടിച്ചാൽ എന്ത് ചെയ്യും? പിന്നെ പാകപ്പെടുത്തി എടുക്കണം. മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് അല്ലാഹ് പറഞ്ഞു, തൂരിസീനാ പർവ്വതത്തിലേക്ക് നിൽക്കും, എന്നെ കാണാൻ പറ്റൂല നിങ്ങൾക്കാണ് തെളിയിച്ചു തരാ പോരെ. അങ്ങനെ അള്ളാഹുവിനെ കണ്ടില്ല. നൂറുത്തജല്ലി, അള്ളാഹുവിന്റെ നൂറുത്തജല്ലിയുടെ ചെറിയ ഒരു ഭാഗം കാണാൻ ഒരുങ്ങുമ്പോഴേക്കും കണ്ടില്ല. ഒരുങ്ങുമ്പോഴേക്കും മൂസാ നബി അലൈഹി സ്വലാം ബോധരഹിതനായി വീഴുന്നു. ഇപ്പൊ മനസ്സിലായില്ലേ എന്നെ കാണാൻ പറ്റൂല? ഓ, സമ്മതിച്ചു കുറച്ചു. അങ്ങനെയാണ് മൂസാ നബി അലൈഹി സ്വലാമിനെ സമ്മതിപ്പിച്ചെടുത്തത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ മൂസാ നബി അലൈഹി സ്വലാമിന് കാണിച്ചില്ല. പഠിച്ചവനെ, നീ റസൂലുള്ളാഹിനെ കൊണ്ടുപോയി കാണിച്ചത് അതിനുള്ള മറുപടിയാണ്. ലിനുരിയഹു മിൻ ആയാതിനാ, നമ്മുടെ അത്ഭുതങ്ങൾ പലതും ആ മുത്തുനബിക്ക് കാണിക്കാൻ വേണ്ടിയാ കൊണ്ടുപോയത് എന്ന് പറഞ്ഞിട്ട് തൊട്ടുപിറകിൽ അല്ലാഹ് പറയാണ് അതിന് കാരണം ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. ഇന്നഹു അവിടെ വായിക്കുന്നതിന്റെ ഒരു പ്രത്യേക ഇന്നഹു, ഇത് വായിക്കുമ്പോ നേരത്തെ പറഞ്ഞതിന് കാരണമായിരിക്കും. ഇത് അറബി ഗ്രാമർ പഠിച്ച താലിമീങ്ങൾക്കറിയാം. ഇല്ലത്തിന്റെ മഖാമിൽ ഇന്ന വായിക്കും. ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ, ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. കാരണം ഈ കൊണ്ടുപോകപ്പെടുന്ന അടിമ മൂസാ നബിയെ പോലെയല്ല, ഇബ്രാഹിം നബിയെ പോലെയല്ല. ഞാൻ ഈ കൊണ്ടുപോകുന്ന അടിമ ഹുവസ് സമീഉൽ ബസീർ, എന്തും കാണാനും കേൾക്കാനും കഴിവുള്ളയാളാണ്. അങ്ങനത്തോൽക്കല്ലേ കാണിക്കാനും കേൾപ്പിക്കാനും പറ്റുള്ളൂ. എല്ലാവർക്കും എല്ലാ വാർത്തയും കേൾപ്പിക്കാൻ പറ്റൂല, ബോധം കെട്ട് വീടും. എല്ലാവർക്കും എല്ലാ രംഗവും കാണിക്കാൻ പറ്റൂല, അറ്റാക്ക് ഉണ്ടായി മരിക്കും. നമ്മൾ പറയാറില്ലേ, വലിയ വലിയ സംഭവങ്ങളൊക്കെ അറ്റാക്ക് രോഗികൾ മൂപ്പരോട് ആ വിഷയം പറയണ്ടോ, മൂപ്പർക്ക് അത് കാണിച്ചു കൊടുക്കണ്ടോ, മൂപ്പർക്ക് കാണാനുള്ള കരുത്തുണ്ടാവില്ല. എല്ലാവർക്കും കാണിച്ചു കൊടുക്കാൻ പറ്റൂല, എല്ലാ വാർത്തയും എല്ലാവരും കേൾപ്പിക്കാനും പറ്റൂല. മുത്തുനബി അങ്ങനെയല്ല, എന്തും കാണാം, എന്തും കേൾക്കാം. അതിന് പക്വമായ ഹൃദയമാണ്. കണ്ണ് പതറിയിട്ടില്ല. പടച്ച റബ്ബിനെ കണ്ടപ്പോൾ പോലും കണ്ണിനൊരു ചെറിയ കുഴപ്പം പോലും പറ്റിയില്ല എന്നല്ലേ അല്ലാഹ് പറഞ്ഞത്. ഓവർ കാഴ്ചയുണ്ടായിട്ടില്ല, കുറഞ്ഞിട്ടുമില്ല. നമ്മൾ ദുന്യാവെന്ന് കാണും പോലെ തന്നെ അനുഭവിച്ചു അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇന്നഹു, അതുകൊണ്ടാണ് ഇമാം സാബി റളിയല്ലാഹു അൻഹു പ്പെടുത്തുന്നത് കാണാം. ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ എന്ന് പറഞ്ഞ ഇന്നഹു എന്ന സർവനാമം അള്ളാഹു ആണോ മുഹമ്മദ് നബിയാണോ എന്ന ചർച്ചയുണ്ട്. അത് അബ്ദിലേക്ക് മടക്കിയ അത്രയും വലിയൊരു ആശയം കിട്ടും അവിടെ. മുത്തുനബി തങ്ങൾക്ക് എന്തും കാണാനും കേൾക്കാനും കേൾപ്പുള്ളയാളാണ്, അതുകൊണ്ട് കാണിച്ചു കൊടുത്തു. അള്ളാഹ്ക്ക് കാണാനും കേൾക്കാനും കഴിയുമെന്നതുകൊണ്ട് മുഹമ്മദ് നബിക്ക് കാണിച്ചു കൊടുത്തു എന്ന് പറയുന്നതിൽ അർത്ഥം കുറയൂലേ? അത് പൂർണ്ണമാകുന്നത് അങ്ങനെ പറയുമ്പോഴാണ്. ഇമാം സാബി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയത് കാണാം. ഞാൻ പറഞ്ഞു വരുന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി കണ്ടതുപോലെയല്ല, അള്ളാന്റെ റസൂല് നേരിട്ട് പോയി കണ്ടവരാണ്, അള്ളാനെയും കണ്ടവരാണ്. ഇതൊക്കെ അങ്ങായപ്പോൾ കേട്ടോളൂ,
ഈ ദുആ പൂർത്തീകരിക്കുന്നു. ആഖിറുൽ അംബിയാ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. അന്ന് ഇബ്രാഹിം നബി ഓതിയ വജ്ജഹത്തു ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഈ പ്രപഞ്ചത്തിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങള് വഅന മിനൽ മുസ്ലിമീൻ എന്ന് പറഞ്ഞിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നബിയിലേക്കും കൂടെയുള്ള റസൂലാണ്. അപ്പൊ ആ നിലക്ക് ഒരു ഉമ്മത്തി എന്ന ഒരു മുഖവും കൂടെ റസൂലുള്ളാഹിക്ക് ഉണ്ട്. അതുകൊണ്ട് വഅന മിനൽ മുസ്ലിമീൻ എന്നും ചിലപ്പോൾ പറയാറുണ്ടായിരുന്നു ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു. അവ്വലുൽ മുസ്ലിമീൻ എന്നും പറയാറുണ്ടായിരുന്നു. ഏതായാലും ഞമ്മക്കത് പറ്റൂല. ഞമ്മക്ക് റസൂലുള്ളാഹി പഠിപ്പിച്ചത് വഅന മിനൽ മുസ്ലിമീനേ പറ്റുള്ളൂ. വ്യക്തമായിട്ട് പറഞ്ഞു. റസൂലുള്ളാഹിക്ക് എന്തേ പറ്റിയത്? റസൂലുള്ളാഹി ആദ്യത്തെ പടപ്പാണ്. മൗലിദ് കിതാബിൽ തെറ്റുണ്ട് എന്ന് പറയാൻ വരെ ആദ്യം എടുക്കൽ ഇതാ. അങ്ങനെയാണ് മനസ്സിലായത്. ഖാല ആദൻ നബിയുടെ മറുപടി, യാ റബ്ബി, പടച്ചോനെ, ലിഅന്നക ലമാ ഖലഖ്തനീ ബിയദിക വനഫഖ്ത ഫിയ മിൻ റൂഹിക റഫഅതു റസീ. പടച്ചോനെ, നീ എന്നെ സൃഷ്ടിച്ച് രൂപപ്പെടുത്തി, എന്നിൽ റൂഹൂതി, ഞാൻ കണ്ണ് മിഴിച്ച് അർശിന്റെ ചുവട്ടിൽ നിന്ന് കണ്ണ് തുറന്നിങ്ങനെ നോക്കിയപ്പം അർശിന്റെ കമാനത്തിൽ എഴുതി വെച്ചത് ഞാൻ കണ്ടല്ലോ. അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് അർശിന്റെ കമാനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയതാണ്, അപ്പോൾ ഞാൻ മനസ്സിലാക്കി, അന്നകലം തുളിഫ് ഇസ്മക ഇലസ്മിക ഇല്ലാ അഹബ്ബൽ ഖൽഖി ഇലൈക്. പടച്ചോനെ, നിന്റെ പേരിനോട് നീ ചേർത്തി പറഞ്ഞ ഈ പേരാണ് മഖ്ലൂക്കുകളുടെ കൂട്ടത്തിൽ നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള മഖ്ലൂക്ക് ഇതാണ്. സ്വയം ഒന്ന് ഇജ്തിഹാദ് ചെയ്ത് ഗവേഷണം ചെയ്ത് കണ്ടെത്തിയതാണ്. നിന്റെ പേരിനോടൊപ്പം ലാ ഇലാഹ ഇല്ലല്ലാഹയോടൊപ്പം മുഹമ്മദ് റസൂലുള്ളാഹി, മറ്റു പ്രവാചകന്മാരൊക്കെ ആ റസൂലുള്ളാഹിന്റെ മുമ്പിൽ വന്നു പോകേണ്ടവരാ. യഥാർത്ഥമായിട്ട് ഔദ്യോഗിക പ്രവാചകനായിട്ട് ഈ ആഖിറുൽ അംബിയാനെയാണ് നീ തീരുമാനിച്ചത്. അതുകൊണ്ടല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ ഇപ്പുറത്ത് മുഹമ്മദ് റസൂലുള്ളാഹി എഴുതിയത്. ഞാനത് മനസ്സിലാക്കി. അതുകൊണ്ടാണ് ആ മഹാന്റെ ഹഖ് കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാൻ കാരണം എന്ന് പറഞ്ഞപ്പോ ഫഖാല അല്ലാഹു പറഞ്ഞു, സദഖ്ത യാ ആദം. ആദമേ, ആദം നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞു, സദഖ്ത, യു ആർ വെരി കറക്റ്റ്. പറഞ്ഞത് ശരിയാണ് ആദം, നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. ഇന്നഹു ലാ ഹബ്ബുൽ ഖൽഖി ഇലയ്യ. ആ പടപ്പ് തന്നെയാണ് പടപ്പുകളുടെ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പടപ്പിട്ടോ, സംശയിക്കരുത് ട്ടോ. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പടപ്പ്. അതുകൊണ്ട് ഉദ്ഉനി ബിഹഖിഹി, ആ ഹബീബിന്റെ ഹഖ് കൊണ്ട് തന്നെ എന്നോട് ചോദിച്ചോളൂ. ഫഖദ് ഗഫർതു ലക, ഞാൻ നിങ്ങൾക്ക് പുറത്തു തന്നിരിക്കുന്നു എന്നിട്ട് പറഞ്ഞു. അതുകൊണ്ടൊന്നും ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറാണ് ആദ്യമായിട്ടുണ്ടായത് എന്ന് വരുന്നില്ല. അവിടെ പറഞ്ഞു, വലൗലാ മുഹമ്മദ് എന്ന യാഥാർത്ഥ്യം ലോകത്തില്ല, നൂറ് മുഹമ്മദ് അത് ഇല്ലായിരുന്നുവെങ്കിൽ തീർച്ചയാണ് മാ ഖലഖ്തുക, നിങ്ങളെ ഞാൻ പടക്കൂലായിരുന്നു. ആദമേ, നിങ്ങളെ പടച്ചത് മുഹമ്മദ് ഉണ്ടായതുകൊണ്ടാണ്. അതാണ് നൂറുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ആദ്യമായിട്ട് അല്ലാഹ് പടച്ചത് ഏതാന്ന് നിനക്കറിയോ ജാബിറേ? അറിയൂല എന്ന് പറഞ്ഞു. ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് നബി തങ്ങൾ പറഞ്ഞു, അവ്വലു മാ ഖലഖല്ലാഹു നൂറു നബിയിക യാ ജാബിർ. ജാബിറേ, അല്ലാഹു ആദ്യം പടച്ചത് നിന്റെ നബിയുടെ നൂറാണ്. മുത്തുനബി എന്നെ പറഞ്ഞു കൊടുത്തതാണ്. അവിടുത്തെ പെട്ടത് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളുടെ നൂറാണ്. ഇനി അവിടെ ആദ്യം പടച്ചത് കലമാന്നില്ലേ? കലമാന്നില്ലേ എന്ന് ചോദിച്ചാൽ അങ്ങനെ എന്തൊക്കെ പറയാണ്ട്. ഒരു കലമ് മാത്രം, അവ്വലു മാ ഖലഖല്ലാഹുൽ കലം എന്നുള്ള ഹദീസ് മാത്രം കണ്ട് വെറുതെ പെടാൻ നിൽക്കണ്ട, ഇത്തരം വർത്താനങ്ങളൊന്നും പറയാൻ നിൽക്കണ്ട. കാരണം അവ്വലു മാ ഖലഖല്ലാഹുൽ കലം എന്ന് പറഞ്ഞ ആ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാർ പറഞ്ഞത് എന്താണെന്നറിയോ? കലമിനെ അള്ളാഹു ആദ്യമായിട്ട് പഠിച്ചത് കലമാന്ന് പറഞ്ഞ ആ ഹദീസ് ഇങ്ങനെ എടുത്തു നോക്കിയാൽ കാണാ അത് തന്നെ ശരിയല്ല. അതിന്റെ വ്യാഖ്യാനം മഹാന്മാർ പറഞ്ഞത് യഅ്നി ബഅദൽ അർശി വൽ മാഇ വർ-റീഹ്, അർശ്, വെള്ളം, കാറ്റ്, ഇതൊക്കെ കലമിന്റെ മുമ്പ് അല്ലാഹു പഠിച്ചത്. അർശ്, വെള്ളം, കാറ്റ്, ഈ മൂന്നും കഴിഞ്ഞിട്ടാണ് കലം. അത് കഴിഞ്ഞിട്ട് അപ്പൊ ഇത് ആപേക്ഷിക തുടക്കമായി പറയുന്നത്. ശേഷമുള്ളതിലേക്ക് ചേർത്ത് നോക്കുമ്പോ അത് ആദ്യത്തേതാണ്. ആദ്യം പഠിച്ചു എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ പഠിച്ചു എന്നതിന്റെ അർത്ഥമുള്ളൂ, ഏറ്റവും ആദ്യത്തിൽ എന്നതിന് അർത്ഥമല്ല. അങ്ങനെയാണെങ്കിൽ
ആദം നബി അലൈഹി ഈ പറഞ്ഞ കലമിനെ അല്ലാഹു പടക്കുന്നതിന്റെ മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ട്? കലമിനെ പടക്കുന്നതിന് മുമ്പ് അർശ് പടച്ചിട്ടുണ്ട്, വെള്ളം പടച്ചിട്ടുണ്ട്, കാറ്റ് പടച്ചിട്ടുണ്ട്. എന്തേ കാരണം? അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹീഹായ ഹദീസ്, കതബല്ലാഹു മഖാദീറൽ ഖലായിഖി, അല്ലാഹു തആല സൃഷ്ടികളുടെ കണക്കുകൾ രേഖപ്പെടുത്തി കലമുകൊണ്ട് ലൗഹുൽ മഹ്ഫൂദിൽ. അതാ സൃഷ്ടികളുടെ കണക്കുകൾ അല്ലാഹു രേഖപ്പെടുത്തി. എന്ന് രേഖപ്പെടുത്തി? ഖബ്ല അൻ യഖ്ലുഖസ് സമാ والأراضين ب50 ألف سنة. എത്ര? ആകാശഭൂമികൾ സൃഷ്ടിക്കുന്നതിന്റെയും ഒരു 50,000 വർഷങ്ങൾക്ക് മുമ്പ് അന്ന് അല്ലാഹുവിന്റെ അർശുണ്ടായിരുന്നത് അലൽ മാ, വെള്ളത്തിന്റെ മുകളിലായിരുന്നു ഉണ്ടായിരുന്നത്. വെള്ളത്തിന്റെ മുകളിലായിരുന്നു അന്ന് അല്ലാഹുവിന്റെ അർശുണ്ടായപ്പോ. അർശ്, വെള്ളം, ഇതൊക്കെ ആദ്യമുണ്ട്. അർശും വെള്ളവും ഒക്കെ ആദ്യമുണ്ട്. അതാണല്ലോ ഈ പറഞ്ഞതിന്റെ അർത്ഥം. അതിന്റെ അന്ന് അത് ഉണ്ട്. ഏത്? കലമുകൊണ്ട് രേഖപ്പെടുത്തുന്ന സമയത്ത് അർശ് മാഇന്റെ മുകളിലായി നിലനിൽക്കുകയാണ്, വെള്ളത്തിന്റെ മുകളിലായി നിലനിൽക്കുകയാണ്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, വഹുവല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ഫീ 6 അയ്യാമിൻ വകാന അർശുഹു അലൽ മാ. അല്ലാഹു തആല ആകാശഭൂമികളെ 6 ഘട്ടങ്ങളിലായി പടച്ചൊരുക്കിയവനാണ്. വകാന അർശുഹു എന്ന് പറഞ്ഞാൽ ആകാശഭൂമികൾ ഇല്ലാത്ത സമയത്ത് ആകാശഭൂമികളെ ഉണ്ടാക്കിയ പടച്ചോനെ പറ്റി പറയുമ്പോൾ പറഞ്ഞു വകാന അർശുഹു അലൽ മാ. അന്ന് അല്ലാഹുവിന്റെ അർശ് വെള്ളത്തിന്റെ മുകളിലായിരുന്നു. ഏത്? ആകാശഭൂമി ഉണ്ടാകുന്നതിന് മുമ്പ് വെള്ളത്തിന്റെ മുകളിലായിരുന്നു. വകാന അർശുഹു അലൽ മാ. സൂറത്ത് ഹൂദ്. ഇത് ഖുർആനാണ്, ഇത് ഹദീസുമല്ല. കേട്ടോളൂ, മഹാന്മാർ പറഞ്ഞത് തെറ്റൂല. സ്വന്തം ആകാശത്തേക്ക് നോക്കി, മാനത്തേക്ക് നോക്കി ഖുർആനെ വിശദീകരിക്കാൻ നിന്നാൽ, ഹദീസുകളെ വിശദീകരിക്കാൻ നിന്നാൽ അബദ്ധത്തിൽ വീഴും. അതാ പറ്റിയ കുഴപ്പം. അതേസമയം ഇമാമിങ്ങൾ പറഞ്ഞതുപോലെ പറയുകയാണെങ്കിൽ ഒരു കുഴപ്പം വരില്ല. സൂറത്ത് ഹൂദിലായത്താത് ആകാശഭൂമികളെ അല്ലാഹു പടച്ചു. വകാന അർശുഹു അലൽ മാ. അന്ന് അർശ് വെള്ളത്തിന്റെ മുകളിലായിരുന്നു ആകാശം ഭൂമി സൃഷ്ടിക്കുന്നതിന് മുമ്പ്. ഇത് ചോദിച്ചപ്പം വെള്ളത്തിന്റെ മുകളിലായിരുന്നു, ആ വെള്ളം എവിടെയായിരുന്നു എന്നൊരു ചോദ്യം വരുമല്ലോ. അങ്ങനെ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിനോട് ചോദിച്ചു, അലാ അയ്യി ശൈഇൻ കാനൽ മാ, വെള്ളം എവിടെയായിരുന്നു? ഖാല അലാ മത്നിർ റീഹ്, അത് കാറ്റിന്റെ മുകളിലായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത് എന്ന് പറഞ്ഞു. എയറിലായിരുന്നു വെള്ളം ഉണ്ടായിരുന്നത്, അതിന്റെ മുകളിലായിരുന്നു അർശുണ്ടായിരുന്നത് എന്നിങ്ങനെ പറഞ്ഞപ്പോ ഇപ്പൊ എന്ത് വന്നു? കാറ്റ്, അർശ്, വെള്ളം, ഈ 3 എണ്ണം കലമിന്റെയും മുമ്പുണ്ട് എന്ന് വന്നു ചുരുക്കി പറഞ്ഞാൽ. ഇതുകൊണ്ടാണ് അവ്വലു മാ ഖലഖല്ലാഹുൽ ഖലം എന്നതിനെ വിശദീകരിച്ചപ്പോ ബഹുമാനപ്പെട്ട മുല്ല അലിയുൽ ഖാരി റളിയല്ലാഹു അൻഹു ഒക്കെ ഇതൊക്കെ ഇങ്ങനെ വിശദീകരിച്ച് പറഞ്ഞിട്ട് പറഞ്ഞു, ഫൽ അവ്വലിയത്തു ഇളാഫിയത്തുൻ വൽ അവ്വലു അൽ ഹഖീഖിയു വൽ അവ്വലുൽ ഹഖീഖിയു. ബഹുമാനപ്പെട്ടവർ പറയാണ്, ഇവിടെ പറഞ്ഞ ഈ അവ്വലിയത്തൊക്കെ ഇതൊക്കെ ആദ്യാണെന്ന് പറഞ്ഞ ആപേക്ഷിക തുടക്കം എന്നേ ഇതിന് പറയാനുള്ളൂ. കാറ്റ്, പിന്നെ വെള്ളം, അതിന്റെ മുകളിൽ അർശ്, അത് കഴിഞ്ഞിട്ട് കലമ്, ഇതൊക്കെ ആപേക്ഷിക തുടക്കാണ്. വൽ അവ്വലുൽ ഹഖീഖിയു, യഥാർത്ഥ ഒന്നാമത്തെ സാധനം, ഏറ്റവും ആദ്യത്തെ സാധനം എന്ന് പറയുകയാണെങ്കിൽ ഹുവൻ നൂറുൽ മുഹമ്മദിയു, ഹബീബായ റസൂലുള്ളാഹിയുടെ നൂറാണ് കേട്ടോ. അതോടുകൂടെ വിഷയത്തിന്റെ ചർച്ച പൂർത്തിയാകുന്നു. ബഹുമാനപ്പെട്ട മുല്ല അലിയുൽ ഖാരി റളിയല്ലാഹു അൻഹു വിശദമായി നമ്മളെ പഠിപ്പിക്കുന്നു. ഇതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ വിശ്വാസം. ഇതാണ് റസൂലുള്ളാഹിയുടെ നൂറാണ് ലോകത്താദ്യം ഉണ്ടായതെന്ന് നമ്മൾ പറയാൻ കാരണം. അപ്പോൾ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും. ഇനി വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറ അസ്സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രികീൻ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു وبذلك أمرت وأنا من المسلمين എന്ന് പറഞ്ഞ ഈ സമ്പൂർണ്ണ സമർപ്പണമായ ദുആഉൽ ഇഫ്തിതാഹ് എന്നാണ് ഇതിനെ വിളിക്കാറുള്ളത്. പ്രാരംഭ പ്രാർത്ഥന.
നിസ്കാരത്തിലേക്ക് കടക്കുമ്പോൾ തുടക്കത്തിലുള്ള പ്രാർത്ഥനയാണത്. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്തറ സമാവാതി. അതുകൊണ്ട് ദുആഉൽ ഇഫ്തിതാഹ് എന്ന് പറയും. സത്യത്തിൽ ഇതൊരു പ്രതിജ്ഞയാണ്, ഇതൊരു പ്രത്യേക പ്രതിജ്ഞയാണ്. ഇത് അനുസരണമില്ലാത്ത പ്രതിജ്ഞയായി മാറരുത്. നമ്മുടെ ഭരണാധികാരികളുടെ പ്രതിജ്ഞ പോലെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ ഒച്ചപ്പാട്, ദൈവനാമത്തിലാണോ ചെയ്തത് അല്ലേ ചെയ്തത്, ഏത് നാമത്തിൽ ചെയ്താലും ഈ ചെയ്തതും ഇവന്റെ 5 കൊല്ലത്തെ ജീവിത രീതിയും തമ്മിലുള്ള പൊരുത്തവും പൊരുത്തക്കേടും എന്താണ് ചർച്ച ചെയ്യാൻ ലോകത്തൊരാളുമില്ല. അതാർക്കും അറിയന്നെ വേണ്ട. കമാ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്നെയും നിങ്ങളെയും പഠിപ്പിച്ചു. മുനാഫിക്കീങ്ങളെ പറ്റി പറഞ്ഞപ്പോൾ വഅഖ്സമൂ ബില്ലാഹി ജഹ്ദ ഐമാനിഹിം ലഇൻ അമർതഹും ലയഖ്റുജുന്ന ഖുൽ ലാ തുഖ്സിമൂ തഅതും മഅറൂഫ ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. മുനാഫിക്കീങ്ങൾ അവര് സത്യം ചെയ്തു പറഞ്ഞു. എന്ത്? അല്ലാഹു പറയുകയാണെങ്കിൽ ഞങ്ങൾ പോകും. ഒരു പ്രതിജ്ഞ ചെയ്തു. പടച്ചോൻ പറയുകയാണെങ്കിൽ ഞങ്ങൾ സമരത്തിന് പോകാൻ തയ്യാറാണ്. പക്ഷേ അല്ല പറഞ്ഞു, നബിയെ തങ്ങൾ അവരോട് പറയണം, കുൽ ലാ തുഖ്സിമു, സത്യപ്രതിജ്ഞ ജോറാക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. ലാ തുഖ്സിമു, നിങ്ങൾ സത്യം ചെയ്തത് കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. മറിച്ച് ത്വാഅത്തും മഅറൂഫ, പറഞ്ഞതിനനുസരിച്ച് ഒന്ന് ജീവിച്ച് കാണിക്കുകയാണ്. അതാ വേണ്ടത്. എന്ന് പറഞ്ഞാൽ അവര് ലംഘിക്കുന്ന ഉറപ്പാണ്. അപ്പൊ അല്ലാഹു ആദ്യം പറഞ്ഞതാണ് ത്വാഅത്തും മഅറൂഫ. അപ്പൊ നമ്മൾ ഓതുന്ന വജ്ജഹ്തു ഇത് വല്ലാത്തൊരു സത്യപ്രതിജ്ഞയാണ്. ഇത് അനുസരണം തൊട്ടു തീണ്ടാത്ത സത്യപ്രതിജ്ഞയാവരുത്. അതാ ഞാൻ പറഞ്ഞത്. എന്തോ ഒരു നിഫാഖായി വിളിച്ചു പറയുന്നത്. അന്ന് മഗ്രിബ് നിസ്കരിക്കുമ്പോ അല്ലെങ്കിൽ സുബഹി നിസ്കരിക്കുമ്പോ വജ്ജഹ്തു ഓതുമ്പോ ആ മനുഷ്യന്റെ മനസ്സിലുള്ള ഇന്ന് ആരെയൊക്കെ പറ്റിക്കണം എന്നാണ്, ഇന്ന് ആരെയൊക്കെ മൂക്കിൽ പഞ്ഞി വെക്കണമെന്നാണ് ഇയാൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മനുഷ്യൻ പിന്നെ ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുന്നതിന് എന്താ അർത്ഥമുള്ളത്? ആ സമയത്ത് പോലും ചിന്ത അതാണെങ്കിൽ, നിസ്കരിക്കുന്ന സമയത്ത് പോലും ചിന്ത അതാണെങ്കിൽ, അതുകൊണ്ട് യഖീനില്ലാത്ത നിഫാഖായി മാറരുത്. ഇത് ആയത്തുൽ മുനാഫിഖ് സലാസ്, മുനാഫിക്കിന്റെ ലക്ഷണം 3 മുഹമ്മദുനിൽ മുസ്തഫ. ഇദാ ഹദ്ദസ കദബ, വർത്താനം പറഞ്ഞ തൊള്ള പൊളിച്ച കളവ് പറയാ. വഇദാ വഅദ ഖലഫ, കരാർ ചെയ്താൽ ലംഘിക്കുക. വഇദാ ഉതുമിന ഹാന, വിശ്വസിക്കപ്പെട്ടാൽ ചതിക്കുക. ഈ ലക്ഷണങ്ങള് വജ്ജഹ്തു ഓതുമ്പോൾ നമ്മൾ കാണിക്കരുത് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. അതുപോലെ തന്നെ ഖൽബില്ലാത്ത നാവായി മാറരുത്. നാവുകൊണ്ട് മാത്രം അങ്ങനെ പറയുന്നു, ഖൽബിൽ ഇത് ഒരൽപ്പം പോലും കടന്നിട്ടില്ല. അല്ലാഹു പറഞ്ഞു യഖൂലൂന ബിഅഫ്വാഹിഹിം മാ ലൈസ ഫീ ഖുലൂബിഹിം വല്ലാഹു യഅലമു വല്ലാഹു അഅലമു ബിമാ യക്തുമൂൻ. ആലു ഇംറാനിൽ അല്ലാഹു പറഞ്ഞു ഖൽബിലില്ലാത്തത് നാക്കുകൊണ്ട് പറയുന്നവർ മുനാഫിഖുകളാണ്, മുനാഫിഖുകളാണ്. അപ്പൊ നമ്മൾ ഈ പറയുന്ന വാക്ക് ശരിക്കും നമ്മുടെ ഖൽബിൽ ഉണ്ടാവണം, നമ്മുടെ ഹൃദയത്തിൽ തട്ടണം. വരിയ അതുപോലെ തന്നെ ഇഖ്ലാസ് ഇല്ലാത്ത റിയാ ആയി മാറാൻ പാടില്ല. ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ഇവൻ പറയുന്നു. എന്റെ നിസ്കാരവും നോമ്പും ഒക്കെ അല്ലാഹുവിന് വേണ്ടിയാണ്. എന്നിട്ടോ ജനങ്ങൾ കാണുമ്പോ ഇവന്റെ നിസ്കാരം ജോറാകുന്നു. ജനങ്ങൾ കാണുന്നില്ലെങ്കിൽ പിന്നെ സുന്നത്ത് നിസ്കാരമില്ല. ജനങ്ങൾ കാണുന്നില്ലേ? പള്ളിയിൽ നിന്നാണെങ്കിൽ സുന്നത്തുണ്ട്, വീട്ടിൽ നിന്ന് സുന്നത്തില്ല. ഇത് റിയാഇന്റെ ലക്ഷണമാണ്. കാരണം അവൻ നിസ്കരിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണ്. വ്യക്തമല്ലേ? ഇതിൽ നിന്ന് ഇത് വ്യക്തമല്ലേ? അതാ ഞാൻ പറഞ്ഞത്, റിയാ തൊട്ടു തീണ്ടാൻ പാടില്ല. മുത്തുനബി തങ്ങൾ പറഞ്ഞു, ഇന്ന അവ്വലന്നാസി യുഖ്ളാ അലൈഹി യൗമൽ ഖിയാമ, നാളെ അല്ലാഹു വിധി തീർപ്പ് നടത്തുന്നത്, ഖിയാമത്ത് നാളിൽ ഏറ്റവും ആദ്യമായി വിധി തീർപ്പ് നടത്തുന്നത് റജുലുൻ ഇസ്തുഷ്ഹിദ ഫൗതിയ ബിഹി, ഷഹീദായ ഒരു മനുഷ്യനെ, സമരക്കളത്തിൽ പെടഞ്ഞു മരിച്ച ഷഹീദായ ഒരു മനുഷ്യനെ കൊണ്ടുവരും. ഫഅറഫഹു നിഅമതഹു, അയാൾക്ക് അല്ലാഹു ചെയ്തു കൊടുക്കുന്ന നിഅമത്തുകൾ അല്ലാഹു അദ്ദേഹത്തെ പരിചയപ്പെടുത്തും. നിങ്ങൾക്ക് ഞാൻ നല്ല ആരോഗ്യം തന്നില്ലേ, സമ്പത്ത് തന്നില്ലേ, ശത്രുവിനെ മുമ്പിൽ തന്നില്ലേ, നിങ്ങൾ എന്തു ചെയ്തു എന്ന് ചോദിക്കുമ്പോ അവൻ മറുപടി പറയാണ്, അല്ലാഹുവേ നീ ഞാൻ ചെയ്ത അനുഗ്രഹങ്ങളിലൊക്കെ നീ എന്നോട് എന്തു നിലയിലാണ് പ്രതികരിച്ചത് എന്ന് ചോദിക്കുമ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് പറയുന്നു, ഖാതൽതു ഫീക ഹത്തസ്തുഷ്ഹിദു,
പടച്ചോനെ ഞാന് നിന്റെ മാർഗത്തിൽ പോരാടിയില്ല റബ്ബേ. നീ എനിക്ക് അങ്ങനെ ആരോഗ്യം തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്റെ മാർഗത്തിൽ പോരാടി ഹത്തസ്തുഷ്ഹിത്തു, കൊല്ലപ്പെടുന്നത് വരെ പോരാടി, ഷഹീദായി വീടുന്നത് വരെ പടച്ചോനെ നിന്റെ സമരക്കളത്തിൽ ഞാൻ പോരാടിയില്ലേ. അപ്പൊ അല്ലാഹ് പറയാണ് കദബ്ത, നീ പറഞ്ഞത് കളവാണ്. വലാകിന്നക ഖാതൽതലി അൻ യുഖാല ജരി, നീ സമരം ചെയ്തിട്ടുണ്ട്, അത് ശരി തന്നെയാണ്. വെട്ടും കുത്തും കെട്ടിയിട്ടുണ്ട്, ശരിയാണ്. തല മണ്ണിൽ ഉരുണ്ടിട്ടുണ്ട്, ശരിയാണ്. ഒക്കെ ശരിയാണ്. സ്വർഗം കിട്ടാനുള്ള കാരണമൊക്കെ നീ ചെയ്തിട്ടുണ്ട്. പക്ഷേ നീ അതൊക്കെ ചെയ്തത് എന്തിനാണ്? ലിയുഖാല ഇന്നക ജരി, അല്ലേ? നീ ഒരു ധീരനാണെന്ന് പറയാൻ വേണ്ടിയല്ലേ നീ അത്രയും സമരം ചെയ്തത്? ഇഖ്ലാസോടുകൂടെയാണോ ചെയ്തത്? പടച്ചോന്റെ മാർഗത്തിലാന്ന് കരുതിയിട്ടല്ല. എന്റെ ധീരതാ പ്രകടനം എന്റെ കൂട്ടുകാരൊന്ന് കാണട്ടെ എന്ന് നിന്റെ മനസ്സിലൊക്കെ ഉണ്ടായിരുന്നില്ലേ? അതുകൊണ്ട് എന്റെ അടുത്ത് പ്രതിഫലമില്ല. ഫഖദ് ഖീല, അത് ദുനിയാവെന്ന് പറഞ്ഞു കഴിഞ്ഞു. നീ ധീരനാണെന്ന് ദുനിയാവിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് അവന്റെ മുഖം കെട്ടി വലിച്ച് നരകത്തിലേക്ക് എറിയാൻ അല്ലാഹു കൽപ്പിക്കുമെന്ന്. എവിടെയെങ്കിലും ഉള്ളതല്ല, സ്വഹീഹ് മുസ്ലിമിലുള്ള ഹദീസാണ്. ഇഖ്ലാസ് നന്നായില്ലെങ്കിൽ, നിയ്യത്ത് നന്നായില്ലെങ്കിൽ അമല് മുഴുവനും തോട്ടിലാകും. സംശയിക്കണ്ട. പ്രിയപ്പെട്ട കൂട്ടുകാരെ, കേട്ടോളൂ. കഴിഞ്ഞില്ല, ഇനി അതാ നരകത്തിലേക്ക് അവനെ വലിച്ചിട്ടു. പിന്നെ ഒരാളെ കൊണ്ടുവരുന്നു. ഇത് വായിക്കുമ്പം ബേജാറാണ്. നമ്മളെ പോലത്തെ ആളുകൾക്കൊക്കെ ബേജാറാണ്. വറജുലുൻ തഅല്ലമൽ ഇൽമ വഅല്ലമ വഖറഅൽ ഖുർആൻ. ഒരു മനുഷ്യൻ അല്ലാഹ് ഇൽമു പഠിപ്പിച്ചു കൊടുത്തു. ഇൽമ അയാൾ പഠിച്ചു, അത് പഠിപ്പിച്ചു. വഖറഅൽ ഖുർആന, ഖുർആൻ നന്നായിട്ട് ഓതി. അതേ ഇതുപോലുള്ള സംരംഭങ്ങൾ, ഞാൻ ഇപ്പൊ ഖുർആൻ ക്ലാസ് എടുത്തു, ഒക്കെ ശരി. നാളെ പടച്ച റബ്ബിന്റെ ഇത് വലിയൊരു ഉപകാരമുള്ള സദസ്സാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലെ? ഇത് ആഖിറത്തിൽ ഉപകാരപ്പെടും. അള്ളാഹു ഉപകാരപ്പെടുത്തി തരട്ടെ. എന്നാ നാളെ ആഖിറത്തിൽ എന്നെ കൊണ്ടുവരുന്നു. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതുപോലെയുള്ള ആളുകളെ കൊണ്ടുവന്നിട്ട് അള്ളാഹ് ചെയ്ത നിഅമത്തുകൾ അള്ളാഹ് പറയും, എടോ നിനക്ക് എന്റെ ഖുർആനിന്റെ ആശയങ്ങൾ മുഴുവനില്ലെങ്കിൽ ചെറിയ ഒരു ഭാഗമെങ്കിലും നിനക്ക് ഞാൻ അറിയിച്ചു തന്നില്ലേ? എന്നിട്ട് നീ ഫമാ അമിൽത ഫീഹാ, നീ അറിഞ്ഞ അറിവനുസരിച്ച് നീ എന്തു ചെയ്തു? അപ്പൊ അവൻ പറയും, തഅല്ലംതുൽ ഇൽമ വഅല്ലംതുഹു, പടച്ചോനെ ഞാൻ പഠിച്ചു, ഞാനത് പഠിപ്പിച്ചു. വഖറഅതു ഫീകൽ ഖുർആൻ, ആ ഖുർആൻ നിന്റെ മാർഗത്തിൽ ഞാൻ ഓതുകയും ചെയ്തു. പറയാണ് കദബ്ത, പച്ചക്കള്ളം പറയാ നീ. വലാകിന്നക തഅല്ലംത, നീ പഠിച്ചതിൽ യുഖാല ആലിം, നീ ഒരു ആലിമാണെന്ന് പറയാനല്ലേ. നിന്നെ കാണുമ്പോ ജനങ്ങൾ തക്ബീർ ചൊല്ലണം, നിന്നെ കാണുമ്പോ ജനങ്ങൾ എഴുന്നേറ്റ് നിൽക്കണം. ഇതൊക്കെയല്ലേ നിന്റെ മനസ്സിലുണ്ടായിരുന്നത്? അതിനു വേണ്ടിയല്ലടോ നീ പഠിച്ച് ആലിമായത്. ലിയുഖാല ഹുവ ഖാരി, അവനൊരു വലിയ ഓത്തുകാരനാണെന്ന് പറയാനല്ലേ നീ ഖുർആൻ ഓതിയിരുന്നത്? ദുനിയാവെന്ന് കിട്ടി. നല്ല പ്രഭാഷകനാണ്, ആ പേര് ദുനിയാവെന്ന് കിട്ടി. നല്ല ആലിമാണ്, ആ പേര് നിനക്ക് ദുനിയാവെന്ന് കിട്ടി. നല്ല ഖാരി ആണ്, നല്ല ഓത്താണ്, അതൊക്കെ ദുനിയാവെന്ന് കിട്ടി. ഇനി ഇവിടെ നിനക്കതിന്റെ പേരിൽ ഒന്നും തരാനില്ല. പിടിച്ചു വലിച്ച് അവനെയും നരകത്തിലേക്കെറിയുന്നു. മൂന്നാമത്തവനെ കൊണ്ടുവരുന്നു. റജുലുൻ വസ്സഅല്ലാഹു അലൈഹി, അല്ലാഹ് അയാൾക്ക് ധാരാളം സമ്പത്ത് നൽകിയിട്ടുണ്ട്. മൂന്നാമത്തെ വ്യക്തി, അയാളെ കൊണ്ടുവരുന്നു. അയാൾക്ക് അല്ലാഹ് ധാരാളം സമ്പത്തുകൾ കൊടുത്തിട്ടുണ്ട്. അയാളോട് ചോദിക്കൂ, എല്ലാ തരം സമ്പത്തും തന്നില്ല? തെങ്ങ് തന്നു, അല്ലെ? തേങ്ങ നിനക്ക് തന്നു, അടക്ക തന്നു, റബ്ബർ തന്നു, എല്ലാ വരുമാനങ്ങളും മിൻ അസ്നാഫിൽ മാൽ, വിവിധ ഇനം സമ്പത്തുകൾ നിനക്ക് തന്നില്ലേ? എന്നിട്ട് നീ അത് എന്ത് ചെയ്തു? അപ്പൊ അവൻ പറയാണ്, പടച്ചോനെ മാ തറക്തു മിൻ സബീലിൻ തുഹിബ്ബു അൻ യുൻഫഖ ഫീഹാ, ചെലവാക്കൽ നിനക്ക് ഇഷ്ടാണ് എന്ന് തോന്നുന്ന ഒരൊറ്റ വഴിയും ഞാൻ വിട്ടിട്ടില്ല. ഇല്ല അൻഫഖതു ഫീഹാ ലക്, പടച്ചോനെ വഅദിന്റെ മജ്ലിസിലേക്ക് കൊടുത്തിട്ടുണ്ട്, പള്ളിക്ക് കൊടുത്തിട്ടുണ്ട്, മദ്രസക്ക് കൊടുത്തിട്ടുണ്ട്, എന്റെ നാട്ടിൽ പാവപ്പെട്ട കുട്ടിനെ കെട്ടിക്കുമ്പോ ഞാൻ കൊടുത്തിട്ടുണ്ട്, കഞ്ഞി കുടിക്കാൻ വകയില്ല എന്ന് കേട്ടവർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്, വീടെടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നവർക്ക് കൊടുത്തിട്ടുണ്ട്, രോഗികളെ സഹായിച്ചിട്ടുണ്ട്. പടച്ചോനെ കൊടുക്കുന്നത് നിനക്കിഷ്ടാണ് എന്ന് അഭിപ്രായമുള്ള എല്ലാ മേഖലയിലും ഞാൻ കൊടുത്തിട്ടുണ്ട്. ഒരു വഴിയിലും ഞാൻ സദഖ കൊടുക്കാതെ വിട്ടേച്ചിട്ടില്ല. പിന്നെന്താ വേണ്ടത്? അപ്പൊ അല്ലാഹ് പറഞ്ഞു, സംഗതിയൊക്കെ ശരിയാണ്, ഇത് കൊടുത്തിട്ടുണ്ട്, കോടികൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ യുഖാല ജവാദ്, ഒക്കെ കൊടുത്തത് എന്തിനാ? ധർമ്മിഷ്ഠനാണ് എന്ന് പറയാൻ. അന്ന് നീ അതൊക്കെ കൊടുത്തത് എന്തിനാ? സ്റ്റേജിൽ നിന്റെ പേര് മുടങ്ങി കേൾക്കണം, ബാനറിൽ നീ നിറഞ്ഞു നിൽക്കണം,
ഉച്ചഭാഷണിയിൽ നീ നിറഞ്ഞു നിൽക്കണം, പരസ്യ ബോർഡുകളിൽ നീ നിറഞ്ഞു നിൽക്കണം. ഇതായിരുന്നില്ലേ നീയും നിന്റെ ബിസിനസ് സ്ഥാപനവും നിറഞ്ഞു നിൽക്കണമെന്നല്ലേ നിന്റെ താല്പര്യം? അതായിരുന്നില്ലേ? അത് മാത്രമാണെങ്കിൽ നഷ്ടപ്പെടും, യാതൊരു സംശയവുമില്ല. തീർച്ചയായിട്ടും ഇഖ്ലാസിനെ ചോദ്യം ചെയ്തു വെറും ഇതിനു വേണ്ടിയാ ഇതൊക്കെ ചെയ്തതെങ്കിൽ, ഇതില്ലെങ്കിൽ ഇതൊന്നും ചെയ്യൂല എന്ന് വരുമ്പോഴാണ് ഇതിനു വേണ്ടിയാണ് എന്ന് പറയൽ. അപ്പൊ ആ നിലക്കാണ് നീ അത് ചെയ്തത്. അവനെയും മുഖം കുത്തി കെട്ടി വലിച്ച് നരകത്തിലേക്ക് അങ്ങ് കൊണ്ടുപോയിടും. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിർബന്ധമായി ഞാനും നിങ്ങളൊന്ന് ആലോചിക്കണം. എല്ലാം അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക്, എല്ലാം അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് നിർബന്ധമായും നമ്മൾ എത്തണം. സുബ്ഹാന മൻ ജല്ല ജലാലു. ബഹുമാനപ്പെട്ട മഅഖിൽ ഇബ്നു ഉബൈദില്ലാഹിൽ ജസ്രി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ പറയുന്നത് കാണാം, കാനത്തിൽ ഉലമാഉ ഇദാ തഖൗ തവാസൗ ബിഹാദിഹിൽ കലിമ വഇദാ ഗാബു കതബ ബിഹാ ബഅ്ദുഹും ഇലാ ബഅദ്. പഴയ കാലത്തൊക്കെ ആലിമീങ്ങൾക്ക് ഒരു പതിവുണ്ടായിരുന്നു, അവർ പരസ്പരം മീറ്റ് ചെയ്യുമ്പോ അവസാനം പിരിയുമ്പോ ഈ കലിമത്തുകളെ കൊണ്ട് വസിയ്യത്ത് ചെയ്യും. അതുപോലെ തന്നെ അവര് കാണുന്നില്ല, അങ്ങ് അകലെയാണ്, ഇവിടെ ഒരു ആലിമുണ്ട്, അപ്പുറത്തൊരു ആലിമുണ്ട്, അപ്പുറത്തൊരു ആലിമുണ്ട്, എന്നാ ഒരാള് മറ്റൊരാളിലേക്ക് എഴുത്തെഴുതി വിടുമായിരുന്നു. എന്ത്? മന്ന സുലഹ സരീറതഹു. ഒരു സദസ്സിന്ന് പിരിയുമ്പം കൊടുക്കുന്ന ഉപദേശം അവർ വസിയ്യത്ത് ചെയ്യുന്നതൊന്ന് കേട്ടോക്ക്. മൻ അസ്ലഹ സരീറതഹു അസ്ലഹല്ലാഹു അലാനിയതഹു. മൻ അസ്ലഹ സരീറതഹു അസ്ലഹല്ലാഹു. അയാളുടെ രഹസ്യ ജീവിതം അല്ലാഹു നന്നാക്കി.